പ്രിയമുള്ള എൻ്റെ കഥാപ്രസംഗ കലാസ്വാദകരെ, നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഈ ശ്രേഷ്ഠമായ ഈ കല ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കട്ടെ. അഭിവാദനങ്ങൾ. ശ്രേഷ്ഠകല എന്ന് പറയുമ്പോൾ ഇന്നിപ്പോ വലിയ ശ്രേഷ്ഠതയായൊന്നും ഇതിനെ ആരും ഒന്നും കാണുന്നില്ല. വലിയ ശ്രേഷ്ഠതയൊന്നും ആരും ഇതിനെ കാണുന്നില്ല. അത്ര വലിയ ശ്രേഷ്ഠതയും പ്രതീക്ഷിക്കേണ്ട എന്നാണ് ഇപ്പോൾ ആളുകളുടെ ശ്രേഷ്ഠകല. അറിവിന്റെ കല, ബോധനകല, വിജ്ഞാനകല, നവോത്ഥാന കല, സാധാരണക്കാരന്റെ കല, അങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ നമ്മൾ ഈ കലയ്ക്ക് നൽകിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു, കഥാപ്രസംഗ കലയ്ക്ക്. എന്നാൽ ഇപ്പോ ആളുകൾക്കിടയിൽ ഇതിന് മറ്റൊരു വിശേഷണമുണ്ട്, വയോജനകല. ആരെയും തെറ്റു പറയുന്നില്ല. ഇന്നത്തെ തലമുറയ്ക്ക് അവരുടെ ഈ ആസ്വാദന രീതികൾക്കൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരെ കുറ്റം പറയാനില്ല, തെറ്റു പറയാനില്ല. ഇന്നിപ്പോ ഈ കല അവതരണ രീതിയിൽ ഇന്ന് മത്സരവേദികളിൽ മാത്രം ഒതുങ്ങി കൂടുകയാണ്. ഇന്ന് ഈ കല രൂപം കൊണ്ടിട്ട് ഈ 2024 മെയ് 24 100 വർഷം തികയുകയാണ്. അതിൻ്റെ പരിപാടികളൊക്കെ പല ഭാഗത്തും സപ്ത പരിപാടികളൊക്കെ നടന്നു വരികയാണ്. പക്ഷേ ഈ 100 കൊല്ലം പിന്നിടുമ്പോഴും എന്തിനു വേണ്ടിയാണോ ഈ കല രൂപം കൊണ്ടത്, മനുഷ്യൻ ഇന്നും അവിടെ തന്നെ നിൽക്കുകയല്ലേ. നമ്മൾ ഇന്നും അവിടെ തന്നെ നിൽക്കുകയാണ്. ഒരടി പോലും നമ്മൾ മുന്നോട്ട് മാറിയിട്ടില്ല. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളിലേക്കും മനുഷ്യൻ കൂപ്പുകുത്തുകയാണ്. ഇത്തരം സാഹചര്യങ്ങളിലായിരുന്നു അന്ന് ഈ കല, ഈ ബോധനകല, നവോത്ഥാന കല രൂപം കൊണ്ടത്. അതുകൊണ്ട് തന്നെ വീണ്ടും എന്തുകൊണ്ടെന്നറിയില്ല, അതുകൊണ്ട് ഒരുപക്ഷെ ആളുകളുടെ ചിന്താശേഷിക്കൊക്കെ മാറ്റം വന്നിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ടായിരിക്കും വീണ്ടും മനുഷ്യൻ ഇത്തരം അന്ധവിശ്വാസങ്ങളിലേക്കും അനാചാരങ്ങൾ കൂപ്പുകുത്തി വീണത്. എന്തായാലും ഈ കഥ, ഞാൻ ഇന്നിവിടെ പറയുന്ന ഈ കഥ സാംബശിവൻ സാർ ആദ്യമായി പറയുമ്പോ ഞാൻ ജനിച്ചിട്ടില്ല, നേരിട്ട് കേട്ടിട്ടുമില്ല. അതുകൊണ്ട് തന്നെ കുറവുകളെ കാണും. അത് കുറച്ചെങ്കിലും നിങ്ങൾ പൊറുക്കും, ക്ഷമിക്കണം എന്നൊരു അപേക്ഷ നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട്, ആ മഹാരഥനെ പോലെ, ആ കാഥിക കുലപതിയെ പോലെ കഥ പറയാൻ കേരളത്തിൽ ഇന്ന് ഒരു കാഥികനും ആയിട്ടില്ല, വളർന്നിട്ടില്ല, ഇനി വരികയില്ല എന്ന് ഉറച്ചു പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ കഥാപ്രസംഗ പരിപാടിയിലേക്ക് കടക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമായ നന്ദി, നമസ്കാരം. പ്രകൃതി മനോഹരമായ ഒരു ഗ്രാമപ്രദേശം, ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് നമ്മൾ സ്വയം വിശേഷിപ്പിക്കുന്ന നമ്മുടെ കേരളക്കരയിലെ ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ ഒരു പ്രഭാതത്തിൽ ഈ കഥ ആരംഭിക്കുന്നു. പകലവൻ പടിഞ്ഞാറോടി, പകലവൻ കളവ ചാത്തി, പറവകൾ ചിറകടിച്ചുയർന്നു, പകലവൻ കളവ ചാത്തണിഞ്ഞു, വാനിൽ പറവകൾ ചിറകടിച്ചുയർന്നു, കിഴക്കു 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 നിന്നൊരു പ്രഭാത സുന്ദരി വന്നു, കിഴക്കു 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 നിന്നൊരു പ്രഭാത സുന്ദരി വന്നു, സിന്ദൂരത്തിലകം ചാർത്തിരുന്നു, സിന്ദൂരത്തിലകം ചാർത്തിരുന്നു, പകലവൻ കളവ കാത്തണിഞ്ഞു. നേരം പുലർന്നു. ടോർച്ച് അടിച്ചു നോക്കും പോലെ
ദാ സൂര്യരശ്മികൾ ജനാലകൾക്കിടയിലൂടെ അകത്തേക്ക് അരിച്ചിറങ്ങുകയാണ്. ആ സൗന്ദര്യവും ആസ്വദിച്ച് ഞാനങ്ങനെ കിടക്കുമ്പോ, ചേട്ടാ ചേട്ടാ, എന്താ പെണ്ണ്, എന്താ വരണം? പതിവായി പാല് കൊണ്ടു തരുന്ന പെണ്ണാണ്. എഴുന്നേറ്റ് മുഖം കഴുകി ഉമ്മറത്ത് ചെല്ലുമ്പോ അവൾ മുറ്റത്ത് നിൽക്കുന്നു. പാൽപാത്രം തിണ്ണയിൽ വെച്ചിട്ട് അവൾ മുറ്റത്ത് നിൽക്കുന്നു. ആ മുറ്റത്തെ തുളസിത്തറയിലിരിക്കുന്ന ഒരു മഞ്ഞ പൂത്തുമ്പിയെ പോലെ. നോക്കണം, മഞ്ഞപ്പുള്ളികളുള്ള നീല ജാക്കറ്റും അവളുടെ വേഷം. മഞ്ഞപ്പുള്ളികളുള്ള നീല ജാക്കറ്റും നീളെ തുന്നിപ്പങ്ങലു തുന്നിച്ചേർത്ത പാവാട ചുറ്റും, കൈകളിൽ പൊട്ടിപ്പൊട്ടിച്ചിരിക്കും വളകളും കൈതപ്പൂ തിരുകിയ ചുരുളൻ മുടിക്കെട്ടും, പുഞ്ചിരിയടരാത്ത മുഖവും തേനൂറും നകൊഞ്ചലും. മറക്കുമോ മറക്കുമോ നിങ്ങളൻ ഐഷയെ, മറക്കുമോ നിങ്ങളൻ ഐഷയെ? കൃത്യമായി പറഞ്ഞാൽ 72 വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ അനശ്വരനായ മഹാകവി വയലാർ രാമവർമ്മ നമ്മളോട് ചോദിച്ചത്, മറക്കുമോ നിങ്ങളൻ ഐഷയെ, മറക്കുമോ നിങ്ങളൻ ഐഷയെ? അതിനുശേഷം ഏതാണ്ട് അതേ കാലയളവിൽ തന്നെയാണ് കഥകളുടെ രാജശില്പി അനശ്വരനായ കാഥികൻ വി സാംബശിവൻ സാർ ആയിരക്കണക്കിന് വേദികളിൽ നിന്നും നമ്മളോട് ചോദിച്ചത്, മറക്കുമോ നിങ്ങളൻ ഐഷയെ, മറക്കുമോ നിങ്ങളൻ ഐഷയെ? ഇന്നും നമ്മുടെ നാട്ടിലെ സഹൃദയർ പറയുന്നു, മറന്നില്ല 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 ഞങ്ങൾ ഈ ഐഷയെ. അത് നേരാണ്, അത് നേരാണ്. അതുകൊണ്ടാണല്ലോ ഈ കഥ തന്നെ പറയണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചത്, ഞങ്ങൾ ഇവിടെ ക്ഷണിച്ചു വരുത്തിയത്. അതുകൊണ്ട് ഞാനും പറയട്ടെ, മറക്കില്ല 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 ഞാൻ ഈ ഐഷയെ. ഞാൻ ഈ പെണ്ണിനെ മറക്കാത്തതിന്റെ കാരണം മറ്റൊന്നുമല്ല. ചെറുപ്പം മുതലേ, കുഞ്ഞിലെ മുതലേ എനിക്ക് ഇവളെ അറിയാം. ഞാൻ നന്നായി ഇവളെ പഠിച്ചിട്ടുണ്ട്. ഒരു നിഷ്കളങ്കയാണ്, തൊട്ടാവാടിയാണ്. എന്നും പാലുമായി വീട്ടിൽ വരുമ്പോ ഞാൻ അവളോട് ചോദിക്കും, പെണ്ണേ നിന്റെ പേരെന്താ, പെണ്ണേ നിന്റെ പേരെന്താ എന്നും ചോദിക്കും ഞാൻ. എന്തിനാണ്? ആ കൊച്ചു ചുണ്ടിലെ കിലുങ്ങുന്ന മണിയൊച്ചകൾ കേൾക്കാൻ. മണി കിലുങ്ങുമ്പോഴുള്ള അവളുടെ സംസാരം കേൾക്കാൻ നല്ല രസമാണ്. അതിനു വേണ്ടിയിട്ടാണ് എന്റെ ചോദ്യം, നിന്റെ പേരെന്താണ്? എടി പെണ്ണേ നിന്റെ പേരെന്താണ്? എന്റെ ചോദ്യം ഒന്ന് കേൾക്കുമ്പോഴേക്കും കൊച്ചുപാവാടത്തുമ്പിൽ കൈതറുത്തവൾ ചുണ്ടിൽ പിച്ചിപ്പൂവിതളുമായി പറയും മറുപടി. കൊച്ചുപാവാടത്തുമ്പിൽ കൈതറുത്തവൾ ചുണ്ടിൽ പിച്ചിപ്പൂവിതളുമായി പറയും മറുപടി. എന്താ മറുപടി? എപ്പോഴും മറക്കുന്ന ചേട്ടൻ. നേരാണ്. അവൾ ഇന്നലെയും അതിന്റെ തലേന്നും ഒക്കെ പറഞ്ഞതാണല്ലോ അവളുടെ പേര് ആയിഷ എന്നാണെന്ന്. ഞാൻ വീണ്ടും വീണ്ടും അത് തന്നെ ചോദിക്കുകയാണ്, എപ്പോഴും മറക്കുന്ന ചേട്ടൻ. ഞാനപ്പോ അവളെ കളിയാക്കും, എപ്പോഴും നാണിക്കുന്ന കുഞ്ഞു പാവാടക്കാരി, എപ്പോഴും നാണിക്കുന്ന കുഞ്ഞു പാവാടക്കാരി. എന്റെ ചോദ്യം കേൾക്കുമ്പോഴേക്കും പെണ്ണു മാറി, എപ്പോഴും നാണിക്കുന്ന കുഞ്ഞു പാവാടക്കാരി, എപ്പോഴും നാണിക്കുന്ന കുഞ്ഞു പാവാടക്കാരി. അത് കേൾക്കുമ്പോഴേക്കും അവൾക്ക് ദേഷ്യം വരും. പേര് ഞാൻ പറയൂല. മുഖവും വെട്ടിച്ചവൾ ദൂരേക്ക് നോക്കും. എന്റെ മുഖത്ത് നോക്കാതെ എന്നോട് വഴക്കിട്ട് എന്നോട് പിണങ്ങി അങ്ങ് ദൂരേക്ക് നോക്കി നിന്നുകൊണ്ട് അവൾ പറയും, പാത്രം തിരികെ തരൂ വേഗം. പാലെടുത്തിട്ട് പാത്രം തിരികെ കൊടുക്കാൻ ഞാനും മുഖം കറുപ്പിക്കും.
ഒരു കൃത്രിമ ദേഷ്യമൊക്കെ വരുത്തി ആ മേശപ്പുറത്ത് കിടക്കുന്ന പത്രമൊക്കെ നിർത്തി അവളുടെ മുഖത്ത് നോക്കാതെ നിന്നുകൊണ്ട് ഞാൻ പറയും, പലനീക്കിനി വേണ്ട, പലനീക്കിനി വേണ്ട, പാതിയും കക്കൂസുള്ള തോട്ടിലെ നാറും വെള്ളം. പലനീക്കിനി വേണ്ട, പലനീക്കിനി വേണ്ട, പാതിയും കക്കൂസുള്ള തോട്ടിലെ നാറും വെള്ളം. സത്യം പറഞ്ഞാൽ ഒരു തുള്ളി വെള്ളം പോലും അവളെ പാലിച്ചെടുത്തിട്ടില്ലെന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ അവളെ കളിയാക്കും, പലനീക്കിനി വേണ്ട, പലനീക്കിനി വേണ്ട, പാതിയും കക്കൂസുള്ള തോട്ടിലെ നാറും വെള്ളം. അല്ല, പാലിൽ അല്പം വെള്ളം ചേർത്താൽ ഇപ്പൊ എന്താ കുഴപ്പം? ഒന്നും സംഭവിക്കാൻ പോണില്ല. ഇപ്പൊ അമ്മിഞ്ഞപ്പാലിൽ പോലും മായം ചേർക്കുന്നവൻ മലയാളി എന്നല്ലേ ആളുകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോ വെള്ളം ചേർത്താൽ എന്താ, ഒരു സംഭവിക്കാനൊന്നും പോണില്ല. എങ്കിലും ഞാൻ അവളെ കളിയാക്കും, പലനീക്കിനി വേണ്ട, പലനീക്കിനി വേണ്ട, പാതിയും കക്കൂസുള്ള തോട്ടിലെ നാറും വെള്ളം. അത് കേൾക്കുമ്പോഴേക്കും കവിളിൽ ചെങ്കുങ്കുമം വീണ പോൽ കൊടുത്തവൾ കരയാനാരംഭിക്കും. കവിളിൽ ചെങ്കുങ്കുമം വീണ പോൽ കൊടുത്തവൾ കരയാനാരംഭിക്കും. കവിളിൽ ചെങ്കുങ്കുമം വീണ പോൽ തുടുത്തവൾ കരയാനാരംഭിക്കും. അത് പിന്നെ ചെയ്യാത്ത കാര്യം ചെയ്തെന്ന് പറഞ്ഞാൽ ആർക്കായാലും സങ്കടം വരില്ലേ? ഇപ്പോ ചെയ്ത കാര്യം തന്നെ ടിവിയിലും മറ്റു മാധ്യമങ്ങളിലൊക്കെ വാർത്തയായി ആളുകളൊക്കെ അറിഞ്ഞിട്ട് അത് ഞാനല്ല, ഞാൻ അങ്ങനെ ചെയ്തില്ല, ഞാൻ അങ്ങനെ പറഞ്ഞില്ല എന്ന കണയിട്ട് പറഞ്ഞ് പലരും തടിയൂരാൻ ശ്രമിക്കുന്ന ഇക്കാലത്ത് ചെയ്യാത്ത കാര്യം ചെയ്തെന്ന് പറഞ്ഞാൽ ആർക്കായാലും സങ്കടം വരില്ലേ? കവിളിൽ ചെങ്കുങ്കുമം വീണ പോൽ കൊടുത്തവൾ കരയാനാരംഭിക്കും. ചേട്ടാ, ചേട്ടാ, പേര് ഞാൻ പറഞ്ഞാലോ? ഇനി പേര് പറയാഞ്ഞിട്ടാണ് ഈ ദ്രോഹി പാല് വേണ്ടെന്ന് വെച്ചതെങ്കിൽ പേര് ഞാൻ പറഞ്ഞാൽ, ചേട്ടാ പോട്ടെ, ആയിഷ പാത്രം തിരികെ തരൂ വേഗം. അവന കിളിയുടെ കൊഞ്ചലിങ്ങനെ നീളും, അവന കിളിയുടെ കൊഞ്ചലിങ്ങനെ നീളും, അവന കിളിയുടെ കൊഞ്ചലിങ്ങനെ നീളും, അവന കിളിയുടെ കൊഞ്ചലിങ്ങനെ നീളും. ഒരു പൂന്തോപ്പിൽ പാറി നടക്കുന്ന ഒരു ചിത്രശലഭത്തെ പോലെ ആ നാട്ടിൻപുറത്ത് ഒരു മഞ്ഞപ്പൂത്തുമ്പിയെ പോലെ പാറി നടക്കുന്ന ഒരു പൊന്നോമന പെൺകുട്ടി ആയിഷ. നമ്മുടെ അനശ്വരനായ മഹാകവി വയലാർ രാമവർമ്മയുടെ വിഖ്യാതമായ ഖണ്ഡകാവ്യം ആയിഷ. മലയാളിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത മധുരോദ്ധാരമായ കഥ ആയിഷ. സഹൃദയരെ, ഈ കഥ തുടർന്നങ്ങോട്ട് പറയുന്നതിന് മുമ്പ് എൻ്റെ കൂടെ സഹകരിക്കുന്നവരൊന്ന് പരിചയപ്പെടുത്തണം, അല്ലെങ്കിൽ അതും പ്രശ്നമാണ്. നേരത്തെ പറഞ്ഞ പോലെ ഹാർമോണിയം വായിച്ച് എന്നോടൊപ്പം സഹകരിക്കുന്നത് പ്രഹ്ലാദൻ സാർ ചാലക്കുടി, തബല നടേശൻ സാർ പട്ടിമറ്റം. ടൈമിംഗ് വല്ലാത്തൊരു ഭാരം ഏറ്റെടുത്തിരിക്കുകയാണ് ഇന്ന് വേദിയിൽ. ടൈമിംഗ്, ടൈറ്റിൽ, റിതംപാട്, സിമ്പല് എന്ന് വേണ്ട എല്ലാം കൈകാര്യം ചെയ്യുന്നത് വിജയൻ പട്ടിമറ്റം. ഇന്ന് ഇവിടെ ഈ വേദിയിൽ ഇടുക്കി ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ ഭാഗമായിട്ട് ഇവിടെ വന്ന് ഈ പുസ്തകോത്സവ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഒരു കഥ പറയാനൊരു അവസരം തന്ന ഇതിന്റെ സംഘാടകർക്കും, അതുപോലെ തന്നെ എൻ്റെ കഥാപ്രസംഗ പരിപാടി ഇവിടെ ബുക്ക് ചെയ്യാൻ സഹായിച്ച എൻ്റെ പ്രിയ സുഹൃത്ത് പ്രോഗ്രാം ഏജൻസി ബിജു അഞ്ജലി തൊടുപുഴയ്ക്കും ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്.
അതുപോലെ നല്ല രീതിയിൽ ശബ്ദം തന്ന് ഈ എന്റെ പ്രോഗ്രാം നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ സൗണ്ട്സിന്റെ പ്രവർത്തക സുഹൃത്തുക്കൾക്ക്, എന്റെ കഥാപ്രസംഗ പരിപാടി കേൾക്കാൻ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രത്യേകം 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 സ്നേഹത്തിന്റെ, സൗഹൃദത്തിന്റെ, ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട്, പ്രിയമുള്ളവരെ, ഞാൻ ഈ കഥാപ്രസംഗ പരിപാടി തുടർന്ന് പറയട്ടെ. അതിനു മുൻപ് ഒരു കാര്യം കേട്ടോ, ഒരു കാര്യം കൂടി. ഈ പുസ്തകമുണ്ടല്ലോ, ഈ ആയിഷ എന്ന ഈ കാവ്യ പുസ്തകം, ഈ പുസ്തകം തുറന്നു നോക്കിയാൽ അതിന്റെ ആദ്യ പേജിൽ തന്നെ മഹാകവി വയലാർ രാമവർമ്മ നമ്മോട് പറഞ്ഞിരിക്കുന്നത് കേൾക്കാം. വേദന വിങ്ങും സമൂഹത്തിൽ നിന്നു ഞാൻ പേരോടെ ചീന്തി പറിച്ചതാണീ കഥ. വേദന വിങ്ങും സമൂഹത്തിൽ നിന്നു ഞാൻ പേരോടെ ചീന്തി പറിച്ചതാണീ കഥ. ഒക്കെ പകർത്താൻ കഴിഞ്ഞിരിക്കില്ലെനിക്ക് ആഗതി കേടിനു മാപ്പു ചോദിപ്പു ഞാൻ. ഒക്കെ പകർത്താൻ കഴിഞ്ഞിരിക്കില്ലെനിക്ക് ആഗതി കേടിനു മാപ്പു ചോദിപ്പു ഞാൻ. വേദന വിങ്ങും സമൂഹത്തിൽ നിന്നു ഞാൻ പേരോടെ ചീന്തി പറിച്ചതാണീ കഥ. എന്റെ ചോദ്യം, ഇങ്ങനെ ഒരു മാപ്പ് ചോദിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങ് എന്താണോ ഈ സമൂഹത്തോട് പറയാൻ ഉദ്ദേശിച്ചത്, അത് അങ്ങയുടെ ഓരോ വാക്കുകളിലും വരികളിലും വ്യക്തമായിട്ടുള്ളത് ഈ പുസ്തകം വായിച്ചിട്ടുള്ള ഏതൊരു വായനക്കാരനും മനസ്സിലാകും. അപ്പോഴും ആയിരമായിരമാരിൽ പുകയുന്ന തീയല ചൂടും, ആയിരമായിരമാരിൽ പുകയുന്ന തീയല ചൂടും വെളിച്ചവും വീശവേ. യുഗത്തിന്റെ വിരൽ തുമ്പു ഭാവിതൻ മായാത്തരക്ത കുറിപ്പെടൂതീരമേ. യുഗത്തിന്റെ വിരൽ തുമ്പു ഭാവിതൻ മായാത്തരക്ത കുറിപ്പെടൂതീരമേ. നാളയെ നോക്കി വരൻ ചുണ്ടിന മറയ്ക്കാൻ പ്രേമിക്കുകയാണ് ഞാൻ. നാളയെ നോക്കി വരൻ ചുണ്ടിനാൽ വിളിക്കാൻ പ്രേമിക്കുകയാണ്. അല്ലയോ മഹാകവി, അങ്ങയുടെ ആ ശ്രമം, ആ പരിശ്രമം വിജയിച്ചിരിക്കുന്നു. അന്ന് സമൂഹത്തിൽ നിലനിന്നിരുന്ന അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ അടുക്കളപ്പുരയിലെ ചൂടും പുകയും കൊണ്ട് തളർന്നു വീണിരുന്ന ഒരു സമൂഹത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ശബ്ദമുയർത്താൻ അങ്ങയുടെ രചനകൾ ഞങ്ങൾക്ക് പ്രചോദനമായി തീർന്നിട്ടുണ്ടെന്ന് ഉറക്കെ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങൾ. അപ്പോഴും അതൊക്കെ പകർത്താൻ കഴിഞ്ഞില്ല. ആ ഗതികേടിന് മാപ്പു ചോദിക്കുന്നു എന്ന് പറയാൻ കാണിച്ച ആ വിശാലമായ മനസ്സിനു മുന്നിൽ ശിരസ് നമിച്ചു പോവുകയാണ് ഞാൻ. പക്ഷെ കുറെ കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ഈ ചിന്തകളിലേക്കും ഈ രചനകളിൽ കുറെ മാറ്റം വന്നു. ആ സമരവീര്യമൊക്കെ ചോർന്നു. എന്ത് 20 മുറി 30 60 എന്നല്ലേ ആളുകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. പ്രായം കൂടി വരുന്തോറും മനുഷ്യന്റെ ചിന്തകൾക്കൊക്കെ ചിലപ്പോൾ മാറ്റം സംഭവിക്കാം. അതുകൊണ്ടായിരിക്കണം മറ്റൊരിടത്ത് മഹാകവി പറഞ്ഞിരിക്കുന്നു, വാളല്ലൻ സമരായുധം ചണൽക്കാരം മുഴക്കിടുവാൻ ആളല്ല ഞാൻ. എന്റെ മണിവീണ വിറ്റുന്നൊരു പൊൻവീണ വാങ്ങിച്ചു ഞാൻ. അല്ലയോ മഹാകവി, അങ്ങയുടെ മണിവീണ വിറ്റ് പൊൻവീണ വാങ്ങരുതെന്ന് നമ്മളാരും പറഞ്ഞില്ല. പറഞ്ഞോ ആരെങ്കിലും? ആരും പറഞ്ഞില്ല. അങ്ങയുടെ മണിവീണ വിറ്റ് പൊൻവീണ വാങ്ങരുതെന്ന് ആരും പറഞ്ഞില്ല. സമരരംഗത്ത് വാളെടുത്ത് ക്ഷണൽക്കാരം മുഴക്കിക്കൊണ്ട് നിൽക്കാനും ഞങ്ങളാരും പറഞ്ഞില്ല. അപ്പോഴും അതൊക്കെ പകർത്താൻ കഴിഞ്ഞില്ല. ആ ഗതികേടിന് മാപ്പു ചോദിക്കുന്നു എന്ന് പറയാൻ കാണിച്ച ആ മനസ്സിന് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട്, പ്രിയമുള്ളവരെ, ഞാൻ ഈ കഥ തുടർന്ന് പറയട്ടെ.
അതിനു മുമ്പ് നമുക്ക് ഒരാളെ കൂടി പരിചയപ്പെടണം. ആയിഷയുടെ അച്ഛനെ അച്ഛനല്ല ബാപ്പ. ആയിഷയുടെ ബാപ്പ നല്ലവനായിരിക്കും. കാരണം ആളുകളൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, തന്തയ്ക്ക് പറക്കണോടി മക്കള്, തന്തയ്ക്ക് പറക്കണോടി മക്കളെന്ന്. അല്ല, അങ്ങനെ നോക്കുമ്പോ ശരിയാണ്. പിന്നെ ഈ ക്ഷമ ആട്ടിൻ സൂപ്പിന്റെ ഗുണം ചെയ്യും എന്ന തോന്നലാകാം മരുമക്കൾ പ്രതികരിക്കാത്തത്, മരുമക്കൾ ഇന്നും പ്രതികരിക്കാത്തത്. തന്തയ്ക്ക് പറക്കണോടി മക്കള്, അങ്ങനെ നോക്കുമ്പോ ശരിയാണ്. ആയിഷ നല്ല കുട്ടി, ആയിഷ നല്ല പേര്, നല്ല സ്വഭാവ ഗുണമുള്ള പെൺകുട്ടി. അപ്പോ അവളുടെ ബാപ്പയും നല്ലവനായിരിക്കും. ആ പറഞ്ഞ് നാവിടത്തിൽ അതാ വരുന്നടേ ഒരു 65-70 തോന്നിക്കുന്ന ഒരു മനുഷ്യൻ. ഈ മനുഷ്യന്റെ പേര് കേൾക്കുമ്പോ തന്നെ ഏതാണ്ട് ആളുടെ സ്വഭാവവും നമുക്ക് മനസ്സിലാകും. ഇപ്പോ എന്റെ പേര് തന്നെ സുന്ദരൻ നെടുമ്പിള്ളി എന്ന് കേട്ടപ്പോ കൊള്ളാം, തരക്കേടില്ലടേ, കൊള്ളാം, സുന്ദരനായിരിക്കും, ചെറുപ്പക്കാരനായിരിക്കും എന്നൊക്കെ കരുതിയിരിക്കുകയായിരുന്നല്ല. അങ്ങനല്ല, ഈ മനുഷ്യന്റെ പേര് കേൾക്കുമ്പോ തന്നെ ആളുടെ സ്വഭാവവും നമുക്ക് മനസ്സിലാകും. പെണ്ണിന്റെ പേര് ആയിഷ, പെണ്ണിന്റെ ബാപ്പയുടെ പേര് വളർന്ന വെള്ളിക്കൊമ്പൻ മീശകൾ കവിളിന്മേൽ വകഞ്ഞിട്ട് അതിലൊക്കെ മുറുക്കാൻ പതയുമായി. വയലാറിന്റെ ഒരു രചനയുടെ പ്രത്യേകത ഇവിടെ എടുത്ത് പറയുകയാണ് ഞാൻ. ഒരു കാർട്ടൂണിസ്റ്റ് ഒരു ബ്രഷ് എടുത്ത് തന്റെ ക്യാൻവാസിൽ അങ്ങിങ്ങും 2 കുത്തും കോമയും ഇട്ട് അതെല്ലാം കൂടി ചേർത്ത് വരയ്ക്കുമ്പോൾ മനോഹരമായ ഒരു ചിത്രം പൂർണ്ണമാകുന്ന പോലെയാണ്. നോക്കണം. വളർന്ന വെള്ളിക്കൊമ്പൻ മീശകൾ കവിളിന്മേൽ വകഞ്ഞിട്ടതിലൊക്കെ മുറുക്കാൻ ഉഗ്രമാം വൈരൂപ്യത്തിൻ മുഴുപ്പെത്തിയതാണ് മാംസവിൽപ്പനക്കാരൻ. ഇറച്ചി കച്ചവടക്കാരനാണ്, കശാപ്പുകാരനാണ്. നമുക്കവിടെ കടയൊന്ന് കണ്ടു കളയാം. എന്ത് കാണാനല്ലേ, ഇന്നിപ്പോ പൊതുനിരത്ത് മുഴുവനും കശാപ്പ് ശാലകളല്ലേ. മാംസഭോജികൾ പെരുകി, അതുകൊണ്ട് കശാപ്പ് ശാലകളും പെരുകി, അതുകൊണ്ട് രോഗങ്ങൾ പെരുകി, ആശുപത്രികൾ പെരുകി, മരണം പെരുകി, ശ്മശാനങ്ങളും പെരുകി. പക്ഷെ അന്ന് നാട്ടിൽ ഈ മാംസഭോജികൾ കുറവായിരുന്നതിനാകാം നാട്ടിൽ അങ്ങ് മുക്കിലും മൂലയിലൊക്കെ 1-2 അറവുശാല കണ്ടാലായി. അതുകൊണ്ട് നമുക്ക് അവിടെ കടയൊന്ന് കാണാം. കാണാനൊന്നുമില്ല. 4 കാല് കുഴിച്ചിട്ട് അതിന്റെ മുകളിൽ 4 കഴകൾ കൂട്ടിക്കെട്ടി അതിന്റെ മുകളിൽ 4 ഓലക്കീറുകൾ എടുത്തിട്ടിട്ടുണ്ട്. അതാണ് കട. അതിന്റെ മുന്നിൽ ടാർവീപ്പ കണക്ക ഒരു പുളിമുട്ടി കാലങ്ങളായിട്ട് പിടിച്ചു വെച്ചിരിക്കുകയാണ്. അതിന്റെ ഒരറ്റം കുറെ അങ്ങോട്ട് തേഞ്ഞ് തീർന്നിരിക്കുന്നു. അത് ഇറച്ചി വാങ്ങാൻ വരുന്നവർക്ക് കുറേശ്ശെ വെട്ടിയെറിഞ്ഞ് കൊടുക്കുന്നതാണ്. അതിന്റെ ചുവട്ടിൽ ഒരാട്ടിൻ തല കണ്ണടച്ച് ധ്യാനിച്ച് സങ്കടപ്പെട്ടിരിക്കും പോലെ. ചോദിക്കണം ആട്ടിൻ തലയോട്, എന്താ ആട്ടിൻ തലേ നിനക്കൊരു സങ്കടം പോലെ? ആട്ടിൻ തല പറയും, എന്റെ കരളിതാ കിടക്കുന്നു. നേരാണ്. വക്കത്തു നിണം വാർന്നു തുളുമ്പും മാംസം കണ്ടിച്ചൊക്കെയും കടയുടെ മുഖത്തു കെട്ടിത്തൂക്കി വെട്ടുകത്തിയുമായി പളവളാം നിന്നുന്ന ഒരു വെട്ടുകത്തിയും കൈപിടിച്ച് കണ്ണുകൾ ചുവപ്പിച്ച ചട്ടുകാലനാം വൃദ്ധനിരിക്കും നഗരത്തിൽ. അദ്രമാൻ ഒരു ചട്ടുകാലനാണ്. ചട്ടുകാലൻ എന്ന് പറയുമ്പോ അത്ര വലിയ ചട്ടൊന്നുമല്ല. കുട്ടികൾ ഇങ്ങനെ പന്ത് തട്ടി കൊണ്ടുപോകും പോലെ ഒരു ചട്ടാണ്. ഈ ചട്ട് ജന്മനാലുള്ളതല്ല. പിന്നെയോ പണ്ടൊരു വാണ്ടിപ്പോത്ത് പാതിയും കണ്ടിച്ചിട്ട പണ്ടവുമായി പാഞ്ഞു. വെട്ടിയിട്ട പോത്ത് തലയില്ലാതെ ഒന്ന് ഓടി നോക്കി. അദ്രമാൻ വിടുക, അദ്രമാൻ മുട്ടിന്മേലെന്ന കരിമ്പോത്ത് നൽകിയ മുടന്തുമായി. അങ്ങനാണ് അയാൾക്ക് മുടന്തുണ്ടായത്. രാത്രിയിൽ നഗരത്തിൽ നിന്നയാൾ നിണന്നാറും തോർത്തിന്റെ മടിക്കുത്തിൽ അന്നത്തെ പിരിവുമായി വീട്ടിലെത്തുമ്പോൾ 100 കുറ്റങ്ങൾ ചൂണ്ടിക്കാട്ടിയ പെൺകുഞ്ഞിന്റെ ഹൃദയം മുറിപ്പിച്ചു. കച്ചവടമൊക്കെ കഴിഞ്ഞു.
അന്നത്തെ സമ്പാദ്യമൊക്കെ ആയിട്ട് വീട്ടിലേക്ക് വന്നു കയറിയാൽ പിന്നെ വെറി പിടിച്ച പോത്തിന്റെ സ്വഭാവമാണ്. പെണ്ണ് ചെയ്യുന്നൊക്കെ കുറ്റമാണ്. ചായ കൊടുത്താ കുറ്റം, കൊടുത്തില്ലെങ്കിൽ കുറ്റം, ചൂടാറിയാൽ കുറ്റം, ചൂടായാലും കുറ്റം. 100 കുറ്റങ്ങൾ ചൂണ്ടിക്കാട്ടിയ പെൺകുഞ്ഞിന്റെ ഹൃദയം മുറിപ്പിക്കും. ബാപ്പ ഒന്ന് ഒച്ച വെച്ചാ മതി, പെണ്ണ് അപ്പം കരയും. എന്റെ ഉമ്മ പോയല്ല, എന്റെ ഉമ്മ പോയല്ല. നേരാണ്, അവൾക്ക് അമ്മയില്ല. അമ്മ തന്മുലക്കണ്ണിൽ മാവിട്ടു ഞരടുവാൻ, അമ്മകൾ കണ്ണിഞ്ഞപ്പാൽ കുടിച്ചു തഴുക്കുവാൻ കഴിഞ്ഞില്ല. അമ്മ തന്മുലക്കണ്ണിൽ മാവിട്ടു ഞരടുവാൻ, അമ്മകൾ കണ്ണിഞ്ഞപ്പാൽ കുടിച്ചു കൊഴുക്കുവാൻ കഴിഞ്ഞില്ല. എന്റെ ഉമ്മ പോയല്ല, പെണ്ണെ നിന്നെ കത്തി കൊണ്ടടിഞ്ഞ് ഞാൻ കടയിൽ കെട്ടിച്ചു. അതത്രയുള്ളൂ, വളരെ നിസ്സാരമായ ശിക്ഷ. കുട്ടികളൊക്കെ ശിക്ഷിക്കുമ്പോ സൂക്ഷിക്കണം കേട്ടോ രക്ഷിതാക്കള്. ഈ കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പല്ലേ 2ാം ക്ലാസ്സുകാരൻ അച്ഛൻ തല്ലി എന്നും പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായിട്ട് പോയത്. സൂക്ഷിക്കണം, വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. ഇവിടെ പിന്നെ അറിയാവുന്ന പണിയല്ലേ ചെയ്യാൻ പറ്റൂ. പെണ്ണെ നിന്നെ കത്തി കൊണ്ടറിഞ്ഞ് ഞാൻ കടയിൽ എന്റെ ഉമ്മ പോയല്ല. ആയിഷ വിതുമ്പിയാൽ പയ്യനിക്കോർമ്മിക്കുവാൻ ആയിരം ചുരുങ്ങിന്റെ ആയിഷ വിതുമ്പിയാൽ പയ്യനിക്കോർമ്മിക്കുവാൻ ആയിരം കുരുന്നിന്റെ വേദന ചിലമ്പിയാൽ പയ്യനിക്കോർമ്മിക്കുവാൻ. ആയിഷ കരയുന്നത് കാണുമ്പോ തൊട്ടടുത്ത വീട്ടിൽ ഒരു അമ്മൂമ്മയുണ്ട്, നങ്ങമ്മൂമ്മ. അവര് പയ്യെ പയ്യെ കയറി വരും, പെണ്ണിനെ എടുക്കും, മടിയിലിരുത്തും, അവളെ കണ്ണീര് തുടയ്ക്കും, അവളെ ആശ്വസിപ്പിക്കും. കരയാതെ മോളെ, കരയാതെ, ദുഷ്ടനാടി, നിന്റെ ഉമ്മയെ അവൻ തല്ലിക്കൊന്നതാ. അദ്രമാന്റെ തല്ലുകൊണ്ടവൾ സത്തു, ഉറക്കപ്പാവത്തിന് മുപ്പരപ്പഴും തല്ലും, ഉറങ്ങും വരെ 100 നാവിട്ടുതറിവാൾ. കണ്ണു തോരാതെ തന്നെ മരിച്ചു പാവം നിന്നെ, കണ്ണുകൾ തുറന്നൊന്നു കാണുവാൻ കഴിയാതെ. കണ്ണു തോരാതെ തന്നെ മരിച്ചു പാവം നിന്നെ, കണ്ണുകൾ തുറന്നൊന്നു കാണുവാൻ കഴിയാതെ. പെണ്ണുമ്മ പോയല്ല, പെണ്ണെ നിന്നെ കത്തി കൊണ്ടറിഞ്ഞ് ഞാൻ കടയിൽ കെട്ടിത്തു. മഞ്ചൽ പിരിഞ്ഞ പൂ പോലൊരു പെൺകുട്ടി, ചെക്കുത്താനെ പോലൊരു അച്ഛൻ. അപ്പൊ അച്ഛനെയും മകളെയും നമ്മൾ പരിചയപ്പെട്ടു. അടുത്ത ദിവസം അവൾ വന്നു, പാലുമായിട്ട് വീട്ടിൽ വന്നു. ഞാൻ അവൾക്ക് വേണ്ടിയുള്ള ചോദ്യം ഉണ്ടല്ലോ, ആ സ്റ്റോക്ക് ചോദ്യം, എന്റെ കയ്യിലിരിക്കുന്ന ആ സ്റ്റോക്ക് ചോദ്യം അവൾക്ക് എടുത്തിട്ടു. പെണ്ണെ നിന്റെ പേരെന്താണ്? അടി പെണ്ണെ നിന്റെ പേരെന്താണ്? അവൾ ഇങ്ങോട്ടൊരു ചോദ്യം. ചേട്ടാ അറിഞ്ഞോ? എന്താ പെണ്ണെ? ഇന്നലെ എനിക്കൊരു ജാക്കറ്റ് തയ്ച്ചല്ലോ, വന്ന പാടവളോടി വീട്ടിലെ വിശേഷങ്ങൾ. ഇന്നലെ എനിക്കൊരു ജാക്കറ്റ് തയ്ച്ചല്ലോ, വന്ന പാടവളോടി വീട്ടിലെ വിശേഷങ്ങൾ. ഇതെവിടെന്നാ പെണ്ണെ? ഇന്നലെ മജീദിക്ക പട്ടണങ്ങളിൽ വന്നപ്പോ തയ്പ്പിച്ചതാ, ഒത്തിരി വിലയായി, ഒത്തിരി വിലയായി, ഒത്തിരി വിലയായി, പിന്നെ ഒത്തിരി വിലയായി. എന്റെ ഐഷ, എന്റെ പെണ്ണെ, ഇത് നിന്റെ മജീദിക്ക ആരും പറ്റിച്ചതാ.
ആക്രി പെറുക്കി നടക്കുന്ന അവന് തുണി മേടിക്കാൻ അറിയാമോ? ഇത് വെറും കിടക്കശാലയാണ് പെണ്ണെ. ഇതിനെയാണ് കൊളങ്കലയ്ക്ക് തുണി, കൊളങ്കലയ്ക്ക് തുണി, കൊളങ്കലയ്ക്ക് തുണി എന്ന് ആളുകൾ പറയുന്നത്. ഇതിട്ടോണ്ട് നീ പുറത്തേക്കൊന്നും പോകരുത്, ആളുകൾ നിന്നെ കളിയാക്കും. ചന്തയിലേക്കൊന്നും പോകരുത്, ഇവിടെ വരരുത്. പുഞ്ചിരി മങ്ങി കവിൾ തുടുത്തു, പുഞ്ചിരി മങ്ങി കവിൾ ഒരുകൂടെ കൊഞ്ചിയ മഞ്ഞത്തുമ്പി വിരും. ഞാനിനി വരുന്നില്ല ഈ ചേട്ടന്റെ വീട്ടിലേക്ക്, ഞാനിനി വരത്തില്ല. അവൾ പിണങ്ങിപ്പോകുന്നു. ഐഷ നിൽക്ക, ഐഷ ഞാൻ പറയട്ടെ, നിൽക്ക് നിൽക്ക്. അവൾ നിന്നില്ല. ഞാൻ പോകുന്നു, പിണങ്ങിപ്പോകുന്നു. വേണ്ടിയിരുന്നില്ല. അവൾക്ക് സഹിക്കാൻ ഉണ്ടായി കാണില്ല. സാരമില്ല, നാളെ വരുമല്ലോ. നാളെ വരുമ്പോ പറയണം, ഇത് നിന്റെ മജീദിക്കാക്ക് മാത്രമേ എവിടെ നിന്ന് കിട്ടൂ, ഇത് കാഞ്ചീപുരം പട്ടാണ് എന്നൊക്കെ പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കണം. പിറ്റേന്ന് ഞാൻ അവളെ കാത്തിരുന്നു. പിറ്റേന്ന് അവളെ ഞാൻ കാത്തിരുന്നു. സാധാരണ ഒരു 7 മണി 7:30 ആവുമ്പോഴേക്ക് അവൾ എത്താറുണ്ട്. ഇന്ന് മണി 7 കഴിഞ്ഞു, മണി 8 ആയി. അവളെ കാണാനില്ല. ഞാൻ പടിക്കലേക്ക് കണ്ണുനട്ടിരിപ്പാണ്. കുറച്ച് കഴിഞ്ഞപ്പോ പടിക്കൽ ഒരാൾ പെരുമാറ്റം. വരുന്നുണ്ട് അവൾ വരുന്നുണ്ട്. വരട്ടെ, അവൾ വരട്ടെ, വന്നെന്നെ വിളിക്കട്ടെ. ഞാൻ ഒരു കൃത്രിമ ദേഷ്യമൊക്കെ വരുത്തി അങ്ങനെ പുറംതിരിഞ്ഞു നിന്നു. അവൾ വന്നു, പാൽപാത്രം തിണ്ണയിൽ വെച്ചു, പക്ഷെ വിളിക്കുന്നില്ല. ഒരല്പം കഴിഞ്ഞപ്പോ ഞാൻ തന്നെ പതിയെ ഒന്ന് തിരിഞ്ഞു നോക്കി. അത് അവളല്ല, അവളുടെ ബാപ്പ. ഞാൻ ചാടി തിണ്ണയിൽ കയറി. എന്റെ വിചാരം, ഈ മനുഷ്യൻ ഇപ്പൊ ഇങ്ങോട്ട് കേറി വരും, ആ കയ്യിലിരിക്കുന്ന ആ കത്തിയെടുക്കും, എന്റെ കഴുത്ത് നോക്കിയൊരു പൂശങ്ങ് പൂശും. പക്ഷെ ഒന്നും ഉണ്ടായില്ല. അയാൾ തലയും കുമ്പിട്ട് നിൽക്കുന്നു. അയാൾ കരയുന്നു, കണ്ണു തുടയ്ക്കുന്നു. അല്പം മൗനത്തിന് ശേഷം ഞാൻ വിളിച്ചു. പേടിച്ചാണ് വിളി, കാരണം വിളിക്കുമ്പോഴാണ് സാധിക്കുന്നതെങ്കിലും. ഞാൻ വിളിച്ചു, ധൈര്യം അവലംബിച്ചു. അദ്രമാൻ, ആയിഷ എവിടെ? നമ്മുടെ തലേ വിധി തുടയ്ക്കാൻ കയ്യിലേ. എന്താ? നമ്മുടെ തലേ വിധി തുടയ്ക്കാൻ കയ്യിലേ. അദ്രമാൻ, നിങ്ങളുടെ മകൾക്ക് എന്ത് സംഭവിച്ചു? ആയിഷയ്ക്ക് എന്ത് പറ്റി? പറയൂ, എനിക്കറിയണം. ആയിഷയുടെ നിക്കാഹ് ഇന്നലെ കഴിഞ്ഞവൻ. എന്താ? ആയിഷയുടെ നിക്കാഹ് ഇന്നലെ കഴിഞ്ഞവൾ നഗരത്തിലെ വീട്ടിൽ. പറഞ്ഞു തീർന്നതും അയാൾ മുടന്തി നടന്നു കഴിഞ്ഞു. അദ്രമാൻ നിൽക്ക്, ചോദിക്കട്ടെ, എനിക്കറിയണം. അയാൾ നിന്നില്ല. പോകുന്നു, ഞൊണ്ടി പോകുന്നു, കരഞ്ഞുകൊണ്ട്. എങ്ങനെ വിശ്വസിക്കും? 10 or 12 പ്രായമുള്ള പെൺകുഞ്ഞിന്റെ വിവാഹം കഴിഞ്ഞെന്ന്? അല്ല, എങ്ങനെ വിശ്വസിക്കാതിരിക്കും? ബാപ്പയല്ലേ വന്ന് പറഞ്ഞിട്ട് പോയത്, അപ്പൊ പിന്നെ എങ്ങനെ വിശ്വസിക്കാതിരിക്കും? അല്ല, കല്യാണപ്രായം എന്നൊക്കെ പറയുമ്പോ അതിനൊക്കെ ഒരു സമയമില്ലേ, ഒരു പ്രായമില്ലേ കല്യാണം എന്നൊക്കെ പറഞ്ഞാല്? മുമ്പൊക്കെ മധുര 17 ആയിരുന്നല്ലോ നമ്മുടെ നാട്ടിലൊക്കെ, മധുര 17. ഇപ്പൊ മധുര 17 കഴിഞ്ഞു, മധുര 18 കഴിഞ്ഞു, മധുര 20, മധുര 30, മധുര 40, 45 കഴിഞ്ഞ് പലരും പല വീടുകളിലൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ അത് മധുര 10, 12 ആക്കണം എന്ന് പറഞ്ഞ് പലരും വന്നതാണ്, വാശി പിടിച്ചതാണ്. സർക്കാർ അനുവദിച്ചില്ല. നല്ല കാര്യം, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ജനാധിപത്യ ഭരണമാണ് ഇവിടെ നടക്കുന്നതെന്ന് പലരും സൗകര്യപൂർവ്വം മറക്കുകയാണ്. ക്രൂരമാം സമുദായ കൈയാളുകൾ നിയമം കുറിക്കുമ്പോൾ, ക്രൂരമാം സമുദായ
നാട്ടിൽ കയ്യാളുകൾ നിയമം കുടിക്കും കരളുമായി ഞാനിരുന്നു പോയി ഉടമ്പി കുടിക്കും കരൾ ഞാനിരുന്നു പോയി ഉടമ്പി എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ ഒന്ന് അറിയണമല്ലോ. അന്ന് ഉച്ച കഴിഞ്ഞൊന്ന് വെയിലാറിയ സമയത്ത് ഞാൻ നേരെ ആയിഷയുടെ വീട്ടിലേക്ക് ചെന്നു. ഒരു തോടും വയലും കടന്നു ചെന്നാൽ ആയിഷ വീടെന്ന് പറയാനൊന്നുമില്ല, ഒരു ചെറിയ മാടം. ആ മുറ്റത്തിരിക്കുന്ന ആട്ടിൻകൂട് അതിലും മെച്ചമാണ് നമുക്ക് തോന്നിപ്പോകും. ഞാൻ വിളിച്ചു, അദ്രമാൻ, അദ്രമാൻ, അദ്രമാനെ. അകത്ത് ആളുള്ളതായി തോന്നിയില്ല. ഞാൻ നേരെ താഴത്തെ വീട്ടിലേക്ക് ചെന്നു. അവിടെ ആ അമ്മൂമ്മയുണ്ടല്ലോ, നങ്ങമ്മൂമ്മ. ആ അമ്മൂമ്മയാണ് അമ്മൂമ്മ. അവരുടെ കണ്ണാണ് കണ്ണ്. 1000 ബാബുകൾ കണ്ട കണ്ണു ആകത്തുകയുന്ന 1000 ബാബുകൾ കണ്ട കണ്ണു ആകത്തുകയുന്ന രക്തം പൂളുമ്പോൾ വികാരമോടെ മുത്തശ്ശിയമ്മ കഥ പറഞ്ഞു. രക്തം പൂളുമ്പോൾ വികാരമോടെ മുത്തശ്ശിയമ്മ കഥ പറഞ്ഞു. എന്റെ മക്കളെ, അദ്രമാൻ ആ കൊച്ചിനെ കൊടുത്ത് വിറ്റ് കാശ് വാങ്ങിച്ചതല്ലോ. മുത്തശ്ശി എന്താ ഈ പറയുന്നത്? ആ അങ്ങനെ പറയുന്നതാ മക്കളെ ശരി. ആ പെങ്കൊച്ച് പാല് വിറ്റ് നടന്നിട്ടല്ലേ കുടുംബം പട്ടിണിയില്ലാതെ പോയത്. അദ്രമാൻ കശാപ്പൊക്കെ നിർത്തി ദേ കള്ളും കുടിച്ച് കയ്യിലുള്ളതെല്ലാം വിറ്റും കളഞ്ഞു ദേ ഇപ്പൊ നടക്കുന്നു, റോഡ് നീളെ തെണ്ടി നടക്കുന്നു, ഞൊണ്ടി നടക്കുന്നു. ശരിയാണ്. അയാൾ അങ്ങനെ ഒരു ദിവസം ആ വഴിയിലൂടെ ഞൊണ്ടി ഞൊണ്ടി വരുന്ന സമയത്ത് ഒരു പണക്കാരൻ വിളിക്കുന്നു, ഒരു പുത്തൻ പണക്കാരൻ. അദ്രമാൻ, അദ്രമാൻ, എന്താ മുതലാളി, അങ്ങ് കേറി വാ അദ്രമാനെ. അദ്രമാൻ കയറി ചെന്നു. ഇരിക്കിൻ ഇരിക്കിൻ, ആ കസേരയോട്ട് കേറി അങ്ങോട്ട് ഇരിക്കിൻ ഇരിക്കിൻ. വേണ്ട, ഞമ്മക്ക് നിന്നാ ശരി. മുതലാളി വിളിച്ച കാര്യം പറയും. അദ്രമാനെ, തന്റെ കച്ചവടക്കപ്പ് എങ്ങനെ പോണു? ആ ഒക്കെ നഷ്ടം വന്നുപോയി. നഷ്ടം വന്നതോ അതോ താൻ എല്ലാം കുടിച്ചു കളഞ്ഞതോ? ആ കുറെയൊക്കെ നമ്മള് തിന്നും കുടിച്ചും കളഞ്ഞു, കുറെയൊക്കെ നഷ്ടം വന്നുപോയി. അപ്പൊ ഇനി കച്ചവടം നടത്തണ്ടേ? നമ്മുടെ കയ്യിൽ പണമില്ല. പണം നമ്മൾ തരാം. പുത്തൻ പണക്കാരൻ അകത്തേക്ക് പോയി ദാ ഒരു 100 രൂപ നോട്ടുമായി തിരിച്ചെത്തി. അദ്രമാനെ, ഇതാ 100 രൂപ. ഇത് എപ്പോഴാ നമ്മൾ തിരികെ തരേണ്ടത്? വേണ്ട, നീ ഇത് തിരികെ തരണ്ട. 100 പുണ്യമുണ്ട് ഞമ്മക്കൊരു ശേലവും വരുത്തല്ലേ. 100 പുണ്യമുണ്ട് ഞമ്മക്കൊരു ശേലവും വരുത്തല്ലേ. അയാൾ ആ നോട്ട് കണ്ണിൽ വെച്ച് 4ആയി മടക്കി മടിയിൽ തിരികെ. അങ്ങനെ നമ്മള് പോട്ടെ മുതലാളി. അദ്രമാനെ ഇതില്ലേ? കൊളുത്തിട്ട് പിടിച്ച പോലെ അദ്രമാൻ നിന്നു. എന്താ മുതലാളി, തനിക്കൊരു മകളുണ്ടല്ലോ? ഓ, നമ്മുടെ പുന്നാര മോള് ആയിഷ. അവൾ ആണും പെണ്ണും ആയിട്ട് നമുക്ക് ഒന്നല്ലേ ഉള്ളൂ മുതലാളി. ആ ഞാൻ ഇന്നലെ അവളെ കണ്ട് ചന്തയില്. കല്യാണപ്രായമായ പെണ്ണിനെ. അയ്യോ മുതലാളി, അവൾക്ക് 12 വയസ്സേ ആയിട്ടുള്ളൂ. ആ എങ്കിലും ഇനി അവളെ ചന്തയിലേക്കൊന്നും പറഞ്ഞു വിടണ്ട, നാണക്കേടാ. അവൾ ഇവിടെ നിക്കട്ടെ, ഈ വീട്ടിൽ നിക്കട്ടെ. എന്റെ കെട്ടിയോളപ്പാലം കഴിഞ്ഞോട്ടെ. അയ്യോ മുതലാളി, വേണ്ട വേണ്ട, നമുക്കിപ്പണം വേണ്ട, നമുക്കിപ്പണം വേണ്ട. എടാ പോത്തെ, പെണ്ണിനെ കെട്ടിക്കാൻ നിന്റെ കൈ പണമുണ്ടോടാ? പണമില്ലെങ്കിൽ വല്ല പട്ടിയും തിരിഞ്ഞു നോക്കോടാ. എങ്കിലും
മുതലാളിക്ക് 10 വയസ്സുള്ളൂ, എന്റെ മോക്ക് 12 വയസ്സേ ഉള്ളൂ. അത് സാരമില്ല അദ്രമാൻ, അവൾ ഇവിടെ കഴിഞ്ഞോട്ടെ, 2-3 കൊല്ലം എന്റെ മോളെ പോലെ കഴിഞ്ഞോട്ടെ, അത് കഴിഞ്ഞ് കെട്ടിയോളെ പോലെ വരുന്നദ്രമാൻ. ആ പുത്തൻ പണക്കാരനെ കൈകറി പിടിച്ചു, ദാ പോകുന്നു ആ കുടിൽ ലക്ഷ്യമാക്കി. ആ പോകും വഴിക്ക് ആ പിതാവിന്റെ ഹൃദയത്തിൽ ആ ചോദ്യം ഒരുടക്ക് ചോദ്യമായി. നിന്റെ കയ്യിൽ പണമുണ്ടോടാ? പണമില്ലെങ്കിൽ വല്ല പട്ടിയും തിരിഞ്ഞു നോക്കോടാ. കുടിലിന് മുന്നിലെത്തിയപ്പോ അയാൾ വിളിച്ചു, ഐഷാ. ബാപ്പ, ബാപ്പ എന്താ അത്ര വൈകിയത്? ഞാൻ പേടിച്ച് കരഞ്ഞുപോയി ബാപ്പ. മോളെ, നീ കരയണ്ട. ദാ ഇത് കണ്ട 100 രൂപ. ബാപ്പ വീണ്ടും കച്ചവടം തുടങ്ങാൻ പോണു. ഇതെവിടുന്ന് ബാപ്പ? ദേ ഈ നിക്കണ മുതലാളി തന്നു. ഇതാരെ ബാപ്പ? നമ്മുടെ സ്വന്തം. ആ സ്വന്തം തന്നെയാണെന്ന് കൂട്ടിക്കോളി ഐഷാ. ഇതാണ് നിനക്കുള്ള കെട്ടിയോൻ. അയ്യോ വേണ്ട വേണ്ട ബാപ്പ, വേണ്ട, നമുക്ക് വേണ്ട. പെണ്ണെ, നമ്മള് പറയണേ കേക്ക്, ഇത് വേറൊരു ബാപ്പയാണെന്ന് കൂട്ടിക്കോളി. ചെല്ലു പെണ്ണെ, ചെല്ലി പൊയ്ക്കോളി. ഞാൻ എന്റെ ബാപ്പയെ വിട്ടു പോകൂല, പെണ്ണെ, നിന്നെ കത്തി കൊണ്ടറിഞ്ഞ് ഞാൻ കടയിൽ കെട്ടിത്തൂക്കും. അദ്രമാനെ, അവളെ ഭയപ്പെടുത്താതെ വാ മോളെ. 60കാരൻ ചെന്ന് ആ 12 വയസ്സുകാരുടെ കൈക്ക് പിടിക്കുന്നു, ആ കൊണ്ടുപോകുന്നു, വലിച്ചിടിച്ചു കൊണ്ടുപോകുന്നു, അറക്കാൻ കൊണ്ടുപോകുന്ന പോലെ. വിൽപ്പന കഴിഞ്ഞേ പോയി, വിൽപ്പന കഴിഞ്ഞേ പോയി, വിൽപ്പന കഴിഞ്ഞേ പോയി, വിൽപ്പന കഴിഞ്ഞേ. സംഭവമിതാണേതോ വിടനാം പണക്കാരന് 50-100 രൂപ വിൽക്കപ്പെട്ടു. സംഭവമിതാണേതോ വിടനാം പണക്കാരന് 50-100 രൂപ വിൽപ്പന കഴിഞ്ഞേ പോ, വിൽപ്പന വിൽപ്പന പണം കൈ വന്നപ്പോ തന്റെ കച്ചവടമൊക്കെ ഉഷാറാക്കി അദ്രമാൻ. അറബുശാലയിൽ നല്ല മുഴുത്ത ആടും മാടും ഒക്കെ നിത്യകാഴ്ചകളായി. ഇറച്ചി വാങ്ങാൻ വരുന്നവർ ചോദിക്കും, അദ്രമാനെ, തന്റെ മകളുടെ കല്യാണൊക്കെ കഴിഞ്ഞെന്ന് കേട്ടു. പുയ്യാപ്പള വലിയ പണക്കാരനാണല്ലേ, വലിയ തുക സ്ത്രീധനം കൊടുത്തു കാണും. നെഞ്ചു വിരിച്ച് അഭിമാനത്തോടെ അയാൾ പറയുന്നു, പണ്ടങ്ങളൊന്നും തണ്ടും വളയും കാറക്കല്ലും പണ്ടത്തെ പതിവ് തണ്ടും വളയും കാറക്കല്ലും പണ്ടത്തെ പതിവ് കൊടുത്തില്ല. എന്നിട്ടുമാണുങ്ങളെ പോലെയാ രൂപയെണ്ണി തന്നതാണയാളെന്നെ. പെണ്ണിനെ നോക്കിക്കൊള്ളും വർഷങ്ങൾ കൃതാതര നിരമ്പി പാനുപോയി മാമക നിലവില. 4 സംവത്സരങ്ങൾ, 4 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അന്നൊരിക്കൽ എന്റെ കൂട്ടുകാർ പട്ടണത്തിൽ ചെല്ലുമ്പോ 4 കൂടിയ മുക്കിൽ കണ്ടമാനം ആളുകൾ കൂടിയിരിക്കുന്നു. എന്താ ഇവിടെ? തെരുവ് സർക്കസുകാരായിരിക്കും, കണ്ടുകളയാ. അവർ മുന്നോട്ട് നടന്നു. വല്ലാത്ത ദുർഗന്ധം, എന്തൊരു നാട്യം. ആളുകളെ തള്ളിമാറ്റി മുന്നോട്ട്. എന്തോ അവിടെ ഒരു പഴകിയ ചാക്കിൽ കൂടിയിരിക്കുന്നു. എന്താ അത്? പതിയെ ചെന്നു അതിന്റെ ഒരറ്റം പിടിച്ചുയർത്തി. ഒരു ശവം, ഒരു ചോരക്കുഞ്ഞിന്റെ മൃതശരീരം. കണ്ണുകൾ മറിഞ്ഞ് കുഞ്ഞു കനിയുകൾ മാന്തിക്കീറി ബീഭത്സമാണ്. ഇതെങ്ങനെ വന്നു ഇവിടെ? പട്ടികളും ഉച്ചയ്ക്ക് കടിച്ചു വലിച്ചുകൊണ്ടിട്ടതാണത്രേ ആ പൊന്തക്കാടുകൾക്കുള്ളിൽ നിന്നും. എങ്ങനെ?
പട്ടികളും ഉച്ചയ്ക്ക് ധരിച്ചു വലിച്ചുകൊണ്ടിട്ടതാണത്ര ആ പൊന്തക്കാടുകൾക്കുള്ളിൽ നിന്നും. ആ പട്ടികളൊക്കെ ഓടിച്ച് ഞങ്ങൾ പോലീസ് വരെ കാത്തു നിൽക്കുക. നന്നായി. ആട്ടെ, നിങ്ങളെ നായ്ക്കളെ നിങ്ങളെങ്ങാനും ഉപദ്രവിച്ചോ? ഇല്ല സാർ, ഞങ്ങളൊന്നും ചെയ്തില്ല. നന്നായി. അല്ലെങ്കിൽ നിങ്ങളകത്ത് പോയി കിടക്കേണ്ടി വന്നേനെ. എന്റെ കലാലയ ജീവിതമൊക്കെ മതിയാക്കി ഇപ്പോ ഒരു തൊഴിലുമില്ലാതെ തെക്ക് വടക്ക് നടക്കുക എന്നുള്ളതാണ് എന്റെ ജോലി. എങ്കിലും കുറച്ച് കുട്ടികൾക്ക് ഞാൻ ട്യൂഷൻ കൊടുക്കും. അതാണ് എന്റെ വരുമാന മാർഗം. അന്ന് ഉച്ചയ്ക്ക് ശേഷം സ്കൂൾ വിട്ട് ട്യൂഷൻ വന്ന കുട്ടികളിൽ ഒരുത്തം പറയുന്നു, സാറേ അറിഞ്ഞോ? എന്താടാ? ഇവിടെ പാല് കൊണ്ട് തന്നിരുന്ന ചേച്ചിയില്ലേ, ഓ ആയിഷ, അവളിപ്പോ വലിയ വണക്കാരന്റെ ഭാര്യയായിട്ട് സുഖിച്ചങ്ങോട്ട് കഴിയല്ലേ? അല്ല, അവരെ പോലീസുകാർ കൊണ്ടുപോയി. പോലീസുകാർ കൊണ്ടുപോയോ? എന്തിനാ? അവര് സ്വന്തം കുഞ്ഞിനെ കൊന്നുകളഞ്ഞു. കുഞ്ഞിനെ കൊന്നുകളഞ്ഞു? നിന്നോട് ആര് പറഞ്ഞു? പോലീസുകാർ പറഞ്ഞെന്ന് നാട്ടുകാർ പറഞ്ഞു കേട്ടതാ. പോലീസുകാർ പറഞ്ഞെന്ന് നാട്ടുകാർ പറഞ്ഞു കേട്ടതാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പേരെന്താണെന്ന് ചോദിച്ചാൽ നാണിച്ചു നിൽക്കുന്ന പെണ്ണ്. അവളിട്ടിരിക്കുന്ന ആ വേഷം മോശമാണെന്ന് പറഞ്ഞപ്പോ പിണങ്ങിപ്പോയത് കണ്ടില്ലേ? അവൾ സ്വന്തം കുഞ്ഞിന്റെ ചേതന മാന്തി കീറി കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞാൽ ആയിഷയുടെ കഥ കേൾക്കണോ നിങ്ങൾക്കെന്റെ സ്നേഹിതന്മാരെ? ഞാനും കേൾക്കണോ നിങ്ങൾക്കെന്റെ സ്നേഹിതന്മാരെ? നിക്കാതും കഴിഞ്ഞവൾ പട്ടണത്തിലെ വീട്ടിൽ മുക്കാലും കരൾ ഭർത്താവിന്റെ മാംസജാഗത്തിൽ കത്തി പടരും വികാരം. 4 വർഷങ്ങൾക്കുള്ളിൽ കടഞ്ഞുകൊണ്ടായി തീർന്നു ശാലീന ലളിതമായ സൗന്ദര്യ സാക്ഷാത്കാരം. ആയിഷയുടെ കഥ കേൾക്കണോ നിങ്ങൾക്കെന്റെ സ്നേഹിതന്മാരെ? ഞാനും ഞെട്ടിപ്പോകും. ഇക്കാലം കഴിഞ്ഞവൾ പട്ടണത്തിലെ വീട്ടിൽ മുക്കാലും കരൾ പോലെ ജീവിച്ച നാൾ. വിരടാം ഭർത്താവിന്റെ മാംസഭാഗത്തിൽ കത്തി പടരും വികാരങ്ങൾ അവളെ കശക്കവേ. 4 വർഷങ്ങൾക്കുള്ളിൽ ചടഞ്ഞുകൊണ്ടായി തീർന്നു ശാലീന ലളിതമായ സൗന്ദര്യ സാക്ഷാത്കാരം. അവളുടെ ഭർത്താവ് ഒരു വിടനാണ്, മദ്യപാനിയാണ്, രോഗിയാണ്, സംശയരോഗി. എന്നും കുട്ടിച്ച് ലെക്ക് കെട്ട് അർദ്ധരാത്രി സമയത്ത് കയറി വരും. അവളെ അടിക്കും, തെറിവിളിക്കും, പട്ടിണിക്കിടും. ഇന്ന് 14 വയസ്സുള്ള ആയിഷയെ കണ്ടാൽ പ്രിയമുള്ളവരെ നിങ്ങൾ പറയും അവൾക്ക് 61 വയസ്സുണ്ടെന്ന്. കുട്ടിച്ചു വീങ്ങി വീർത്ത മുഖവും ചുവന്നു കലങ്ങിയ കണ്ണുകളുമായി ഈ 64കാരൻ കെട്ടിയോൻ വന്ന് വിളിക്കും അർദ്ധരാത്രിക്ക്, ഐഷ ഐഷ. അത് കേൾക്കുമ്പോഴേക്കും അവൾ പെട്ടച്ചെഴുന്നേൽക്കും, വിളക്ക് തെളിക്കും, വാതി തുറക്കും. ഐഷ, നീ ആരെ കാത്തിരുന്നടി? വിളക്കും വെച്ച് ഈ അർദ്ധരാത്രിക്ക് പറയണേ. അയാൾക്ക് സംശയം. ചെറുപ്പക്കാരിയും സുന്ദരിയുമായ ആ ഭാര്യയിൽ ഈ 64കാരൻ കെട്ടിയവന് ഭർത്താവിന് സംശയം. അടുത്തൊരു ദിവസം അയാൾ വന്ന് വിളിച്ചു,
ഇതുപോലെ അർദ്ധരാത്രിക്ക് ഐഷ, അന്നവൾ വിളക്ക് തെളിച്ചില്ല. വാതിൽ തുറന്നു. അയാൾ അകത്തേക്ക് കടന്നു. ടോർച്ച് അടിച്ചു നോക്കുന്നു. അകത്തും മുറിയിലും പുറത്തും മുറ്റത്തുമെല്ലാം അയാൾ ടോർച്ച് അടിച്ചു നോക്കുന്നു. ഐഷ, ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങി ഓടിയതാരാണ്? ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങി ഓടിയതാരാടി? പറയടി. ഓടിയോ? ആര്? അറിയില്ല. അലടി പന്നി. അയാളുടെ മുട്ടിക്കുത്തിന് പിടിച്ചു, വലിച്ചിഴച്ചു. നിന്റെ വഴി ചൊല്ലി ഞാൻ തന്നെ. അയ്യോ, എന്നെ വഴി ചൊല്ലരുത്, എന്നെ വഴി ചൊല്ലരുത്. എനിക്ക് അങ്ങല്ലാതെ ആരുമില്ല, എനിക്ക് മറ്റാരുമില്ല. അങ്ങനെ മൊഴി ചൊല്ലരുത്. 4 കൊല്ലം കഴിഞ്ഞില്ലേ? ബാപ്പ വരാൻ നിങ്ങൾ എന്നെ അനുവദിച്ചിട്ടുണ്ടോ? ബാപ്പയെ കാണാൻ എന്നെ പറഞ്ഞു വിട്ടിട്ടുണ്ടോ? എന്നെ മൊഴി ചൊല്ലരുത്, എന്നെ മൊഴി ചൊല്ലരുത്. അവൾ കാല് പിടിച്ചു കരയുന്നു. അയാളെ കാല് മടക്കാൻ ഒറ്റ തൊഴി കൊടുത്തു. അവൾ തെറിച്ചു വീണു. നിന്നെ മൊഴി ചൊല്ലി ഞാൻ തന്നെ, നിന്നെ മൊഴി ചൊല്ലി ഞാൻ തന്നെ, നിന്നെ മൊഴി ചൊല്ലി ഞാൻ തന്നെ. അയാൾ എളിയിൽ നിന്നും ഒരു മടക്ക കത്തിയെടുത്ത് കാട്ടിച്ച് നിവർത്തി. അവൾ ഇറങ്ങി ഓടി. ആ രാത്രി അയാളെ കത്തി അവൾക്ക് തന്നെ വലിച്ചൊരൊറ്റ. ആ കത്തി ആ ഭിത്തിയിലടിച്ച് തറയിൽ വീണു. അല്ലെങ്കിൽ ഇവിടെ തീരുമായിരുന്നു ആയിഷയുടെ കഥ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കുറച്ചു നേരം കൂടി നമുക്ക് ഈ കഥ, ആയിഷയുടെ കഥയിലേക്ക് പോകാം. ആ രാത്രിയിൽ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട് തേങ്ങിക്കരഞ്ഞ് കരച്ചിലടക്കിക്കൊണ്ട് ആ രാത്രി പേടിച്ചു വിറച്ച് ആ പാവം പെണ്ണു പോകുമ്പോ അവൾ ഒറ്റയ്ക്കായിരുന്നില്ല. അടിയിൽ കനം തൂങ്ങും വയറും താങ്ങിക്കൊണ്ട് നടന്നു കയ്യും വീശി പാവമാമ പെൺകുട്ടി. അടിയിൽ കനം തൂങ്ങും വയറും താങ്ങിക്കൊണ്ട് നടന്നു കയ്യും വീശി പാവമാമ പെൺകുട്ടി, പാവമാമ പെൺകുട്ടി. നേരം പരമ്പര വെളുത്തപ്പോ അവൾ ബാപ്പയുടെ കടയിൽ നിർത്തി. അവിടെ ചെന്നപ്പോ ആ കട അവിടെ കാണാനില്ല. അവൾ നേരെ വീട്ടിലേക്ക് ഓടി. അവിടെ ആ വീടും കാണാനില്ല. അവിടെ ഒരു ബഹുനില മന്ദിരം ഉയർന്നിരിക്കുന്നു. അതിന്റെ ചുവട്ടിൽ ഒരു കൊമ്പൻ മീശക്കാരൻ, ഒരു ചെങ്കണ്ണുകാരൻ തൊപ്പിയും വെച്ച് കത്തിയും തൂക്കി. ഞങ്ങളുടെ വീടാരെ പൊളിച്ചു കളഞ്ഞ്, ഞങ്ങളുടെ വീടാരെ പൊളിച്ചു കളഞ്ഞ്. വീടോ? ഏത് വീട്? എന്ത് വീട്? അയാൾ അവളെ ആട്ടിയോടിച്ചു. ആ തെരുവിലേക്ക് ഒരു ജീവിതം കൂടി വലിച്ചെറിയപ്പെട്ടിരിക്കുന്നു. സ്വന്തമെന്ന് പറയാൻ ആരുമില്ല, ബന്ധുക്കളില്ല, സുഹൃത്തുക്കളില്ല. അവൾ ചെറുപ്പക്കാരിയാണ്, സുന്ദരിയാണ്, ഗർഭിണിയാണ്. ഈ വിധത്തിൽ ഒരു പെൺകുട്ടി തെരുവിലേക്ക് എറിയപ്പെട്ടാൽ അവൾക്ക് അവിടെ കിട്ടുന്ന സ്വീകരണം എന്താണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. നെറുവുകേടിന്റെ ലോകം അവൾക്ക് നേരെ കൊഞ്ഞനം കുത്തുന്നു. കാമഭ്രാന്തന്മാർ അവൾക്ക് നേരെ പാഞ്ഞെടുക്കുന്നു. അവൾ ഓടി ഒളിക്കുന്നു. എത്ര നാൾ? ദാ ചൂളം വിളിച്ചുകൊണ്ട് ദാ ഒരു തീവണ്ടി പാഞ്ഞുപോയി. തിരക്കാണ്, എവിടെയും തിരക്കാണ്, എങ്ങും തിരക്കാണ്. ആ തിരക്കിനിടയിൽ നിന്നും ദാ കാതും മുലയും തൂങ്ങി മുതുകു വളഞ്ഞൊരു വൃദ്ധ, ഒരു വയസ്സിയായ തള്ള, ഒരമ്മ അവളുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു, മോളെ നീ ഏതാ? മുത്തശ്ശി, ഇത് ഞാനാ, ആയിഷ. അവളുടെ നങ്ങമ്മുമ്മ. മുത്തശ്ശി, നമ്മുടെ വീടാരാ പൊളിച്ചു കളഞ്ഞ്? എന്റെ മോളെ, ഒന്നും പറയാതിരിക്കാ ഭേദം. നാടിന്റെ വികസനം പാവപ്പെട്ടവന്റെ മുതുകത്തു കൂടിയാ. എല്ലാം പോയി, എല്ലാവരും പോയി, ഞാൻ മാത്രം എങ്ങും പോയില്ല മോളെ. ഈ തെരുവിലല്ലേ ജനിച്ചത്, ഇവിടെ കിടന്നല്ലേ വളർന്നത്, ഇവിടെ തന്നെ കിടന്ന് ചാകണമെന്നാ പൊടി. അന്തിയാകുമ്പോ ഏതേലും കടത്തിന്നേൽ ചുരുട്ടുകൂടും.
അല്ല, നീ ഗർഭിണിയാണല്ലോ മോളെ, എവിടെ നിന്റെ കെട്ടിയോൻ? അയാളെന്നെ മൊഴി ചൊല്ലിയോ? ആ ദുഷ്ടൻ നിന്നെ മൊഴി ചൊല്ലിയോ? മുത്തശ്ശി ബാപ്പയെ കണ്ടോ? എന്റെ മോളെ, നീയൊന്നും അറിഞ്ഞില്ലേ? ആ ദുഷ്ടൻ നിന്നോടൊന്നും പറഞ്ഞില്ലേ? മോളെ, നിന്റെ ബാപ്പ ഇവിടെ ഇറച്ചി കച്ചവടത്തിൽ നിൽക്കുമ്പോഴേ ഒരുത്തനങ്ങോട്ട് ചെന്നു, ഒരു ഹിന്ദു. എന്നിട്ടാണ് ചോദ്യം, അദ്രമാനെ പന്നിയിറച്ചി ഉണ്ടോളാ? പന്നിയിറച്ചി വിടുവോ നിന്റെ ബാപ്പ? ക്രൂരമതത്തിന്റെ ചിത്തരോഗാണുക്കളുമായവർ തമ്മിത്തല്ലി മതമെന്ന വിഷം അവന്റെ ബുദ്ധിയെ മരവിപ്പിച്ചു. നാനാത്വത്തിൽ ഏകത്വം എന്നതെല്ലാം മറന്നു, മഹത്വചനങ്ങൾ പാടെ മറന്നു. അദ്രമാനെതിർ നിന്ന ചിന്തുവിൻ മാറി എന്റെ മോളെ, കലിയടങ്ങും വരെ നിന്റെ ബാപ്പ മനുഷ്യനെ വെട്ടി ജയിലിൽ കിടക്കുക. ഇനി 12 കൊല്ലം കഴിഞ്ഞേ വരൂ. കരയാതെ മോളെ, കരയാതെ. നീ വാ. ഈ നഗരത്തില് നീ ഇങ്ങനെ അലഞ്ഞു നടക്കരുത്. ഇപ്പോ ഇവിടെ എന്തൊക്കെയാ നടക്കണേന്നറിയോ? നാലണയ്ക്കൊരു നല്ല കുഞ്ഞിനെ നാണി വിറ്റതാണിന്നലെ. നാലണയ്ക്കൊരു നല്ല കുഞ്ഞിനെ നാണി വിറ്റതാണിന്നലെ. ആറണക്കിനി നിന്റെ കുഞ്ഞിന് ആരുവാകും ഈ ചന്തയിൽ. ആറണക്കിനി നിന്റെ കുഞ്ഞിന് ആരുവാകും ഈ ചന്തയിൽ. നാലണയ്ക്കൊരു നല്ല കുഞ്ഞിനെ നാണി വിറ്റതാണിന്നലെ. നാണി വിറ്റതാണിന്നലെ. ആ അമ്മയ്ക്ക് അവളെ സംരക്ഷിക്കാനുള്ള ആവതുണ്ടായില്ല. പക്ഷേ അവൾക്ക് അവിടെ വേറെ കുറെ കൂട്ടുകാരികളെ കിട്ടി. കടത്തിണ്ണകളിൽ ജീവിതം വിൽക്കപ്പെടുന്നവർ, നഗരത്തിലെ വേശ്യകൾ. ആ സ്ത്രീകൾ അവളെ കൂടെ കൂട്ടി. ആ പെണ്ണുങ്ങൾ ഇടയ്ക്കിടെ ആയിഷ അടുത്ത് വന്ന് ആയിഷ കളിയാക്കും. ആയിഷ, അടി പെണ്ണേ, നിന്റെ അടുത്ത് ആരും വരുന്നില്ലോടി? നിന്റെ അടുത്ത് ആരും വരുന്നില്ലയോ? ഈ വയറ് കണ്ടാ പിന്നെ എങ്ങനെ വരാനാ? അല്ലേ ആയിഷ? പോയി പറടി വെണ്ണ 10 കാശിന്റെ വക കിട്ടാ. പെണ്ണുങ്ങളുടെ തമാശ. പോയി പറടി വെണ്ണ 10 കാശിന്റെ വക കിട്ടാ. ആ വിനോദം, ആ ക്രൂരമായ വിനോദം അവൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അതിലും സഹിക്കാൻ കഴിയാത്ത വേദന, പ്രാണവേദന, പ്രസവ വേദന അവളെ കാർന്ന് പിടിച്ചു കഴിഞ്ഞു. അവൾ ധർമാശുത്രിയെ ലക്ഷ്യമാക്കി നടന്നു. പെട്ടെന്നത് മഴ, നിരമ്പി വരുന്ന മഴ. അവൾ അടുത്ത് കണ്ട കടത്തിണയിലേക്ക് വീണു. ആ കടത്തിണയിൽ കിടന്ന് അവൾ ഞെളിവിരി കൊള്ളുന്നു. വേദന കൊണ്ട് അവൾ പുളയുന്നു. പക്ഷേ കരഞ്ഞീലുച്ചത്തിൽ ആരാലും കേട്ടെങ്കിലോ നിറങ്ങി തേങ്ങി പാവം പ്രാണവേദന മൂലം. കഴിയും സഹിക്കുവാൻ മറ്റെന്തും, പ്രസവത്തിന്റെ വ്യാദന പോലെ തീഷ്ണമായി മറ്റില്ലെന്നും. ഒടുവിൽ താനേ മിഴികൂമ്പിപ്പോയി സ്വബോധത്തിൽ പിടിവിട്ടെങ്ങോ തെറിച്ചിരുളിൽ താണു. സർവവും ശൂന്യം, തമോമയം. ദുർവിധേ നിശിതമാൻ നിന്നിച്ച നടക്കട്ടെ, നിന്നിച്ച നടക്കട്ടെ. ആ കാറ്റും കോളും മഴയും ഒന്ന് ശമിച്ചു. രാക്കിളി മരപ്പൊത്തിൽ ചിലച്ചു. ഞെട്ടിപ്പിടഞ്ഞാത്ര സംഭ്രമം പടിപ്പെട്ടവൾ എഴുന്നേറ്റു. എത്തിവലിഞ്ഞ് അവൾ ആ ഭിത്തിയിലേക്ക് ചാരിയിരിക്കുമ്പോൾ വന്നലയ്ക്കുന്നു കാതിൽ പിഞ്ചുരോധനാമൊന്നിൻ കുഞ്ഞല അവർ കഥ. വന്നലയ്ക്കുന്നു കാതിൽ പിഞ്ചുരോധനാമൊന്നിൻ കുഞ്ഞല അവർ കഥ. അവളും മാതാവായി ലോകത്തിൻ പുരോഗതിക്ക് അവളും ഉണ്ടാകായി. പക്ഷേ കാട്ടുമോ ലോകം
നന്ദി കാട്ടുമോനോടും. കുഞ്ഞിനെ വാരി കോരിയെടുത്ത് നെഞ്ചിടിപ്പോടെ ചാരിയിരുന്നവൾ ഒരു പട്ടിയെ പോലെ കുനിഞ്ഞു ചെന്ന് അവൾ ആ കുഞ്ഞിന്റെ പൊക്കിൽ കൂടി കടിച്ചു പിടിച്ചു. മുണ്ട് കീറിയെടുത്ത് അതിന്റെ അറ്റം കെട്ടി തന്നെത്താൻ ചുരന്നു പോയാ മാറിടം മണ്ണിൽ മറ്റെന്തുണ്ടുമിന്നീതയായി മാറുന്നതേ, മണ്ണിൽ മറ്റെന്തുണ്ടുമിന്നീതയായി മാറുന്നതേ. ആയിഷ, അടി പെണ്ണേ, നീ ആശുപത്രി പോയില്ലോടി? അവളുടെ കൂട്ടുകാരികൾ, ഞങ്ങളവിടെ ചെന്നടി, നിന്നെ കാണഞ്ഞ് തിരികെ വരാ. ഹായ്, നീ പ്രസവിച്ചു, നല്ല കുഞ്ഞ്, ആൺകുഞ്ഞ്, ഇങ്ങ് കാണട്ടെ കാണട്ടെ. ഒരുത്തി ആ കുട്ടിയെ പിടിച്ചു വാങ്ങി ദാ കൊണ്ടുപോകുന്നു. അയ്യോ, എന്റെ കുഞ്ഞിനെ കൊണ്ടുവാ, എന്റെ കുഞ്ഞിനെത്താ, എന്റെ കുഞ്ഞിനെത്താ. മിണ്ടാതിരി പട്ടിച്ചി. അവൾ ബോധമറ്റു വീണു. കുഞ്ഞിനെ കൊണ്ടുപോയവൾ അങ്ങ് ദൂരെ ഒരു പൊന്തക്കാടിനരികെ ചെന്ന് നിന്നു. ചുറ്റും കണ്ണോടിച്ചു. അടുത്താരുമില്ലെന്നും ബോധ്യമായപ്പോ ആ കുഞ്ഞിക്കഴുത്തവൾ കണ്ണടച്ചും കൊണ്ടതാ ഞെക്കുന്നു. ഞൊടി നേരത്തേക്കുള്ള വേദന മാത്രം തീർന്നു. പിടയിൽ നിന്റെ സർവാംഗം മരവിച്ചു, നിന്റെ സർവാംഗം മരവിച്ചു, നിന്റെ സർവാംഗം മരവിച്ചു. ആ കുഞ്ഞിന്റെ പിടച്ചു നിന്നപ്പോ അവൾ ആ കുഞ്ഞിനെ കാലിൽ തൂക്കിയെടുത്തു, തലകീഴായി പിടിച്ചു, ആ പൊന്തക്കാട്ടിലേക്ക് വലിച്ചൊരൊറ്റ ഏറ് കൊടുത്തു. ഒരു പഴം തുണിക്കെട്ട് പോലെ ആ ശരീരം താഴേക്ക് പോയി. പ്രിയമുള്ളവരെ, ആ കുഞ്ഞിന്റെ മൃതശരീരമാണ് നാലും കൂടിയ മുക്കിൽ നമ്മൾ കണ്ടത്. അതിനെക്കുറിച്ചുള്ള അന്വേഷണം ചെന്ന് അവസാനിച്ചത് ആയിഷ കുഞ്ഞിനെ കൊന്നു എന്ന നിഗമനത്തിലാണ്. കുഞ്ഞിനെ കൊന്നതാരാണ് നമ്മൾ കണ്ടു, പക്ഷേ അത് തെളിയിക്കാൻ അവൾക്കായില്ല. ആയിഷ ലോക്കപ്പിലായി, ആയിഷ ലോക്കപ്പിലായി. കുഞ്ഞിനെ കൊന്നവൾ പുറത്തു കിടക്കുന്നു, ആയിഷ അകത്ത് കിടക്കുന്നു. കിടക്കാം, കിടക്കാം. പക്ഷേ അവൾ ജയിലിൽ ചെന്നപ്പോൾ മുതൽ ജയിൽ വാതിലുകൾക്ക് പ്രേതബാധ. സന്ധ്യ കഴിഞ്ഞാൽ ഇരുട്ട് വീണാൽ ആ ജയിൽ വാതിലുകൾ അവൾക്ക് നേരെ താനെ തുറന്നു ചെല്ലും. അവൾ ഇറങ്ങി ഓടാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ ബലിഷ്ഠമായ കരങ്ങൾ അവളെ പിടിച്ചമർത്തുന്നു. ബൂട്ട്സിട്ട കാലുകൾ കരകര ശബ്ദത്തോടെ അവളെ സമീപിക്കുന്നു, അവളെ എതിർക്കുന്നു, അവൾ പ്രതിഷേധിക്കുന്നു. പക്ഷേ വഴങ്ങിപ്പോകുന്നു, അനുസരിച്ചു പോകുന്നു. പരിക്ഷീണയായി ആ സെല്ലിന്റെ കോണിൽ വീണ് കിടക്കുമ്പോ പലപ്പോഴും അവൾ കണ്ടിട്ടുണ്ട് അങ്ങ് ദൂരെ നീലാകാശത്ത് തന്നെ നോക്കിച്ചിരിക്കുന്ന കുറെ നക്ഷത്രങ്ങൾ അവൾ കണ്ടിട്ടുണ്ട്. 8 മാസത്തെ ശിക്ഷ, അതൊരു യാതനയായിരുന്നു. ആ 8 മാസത്തെ ശിക്ഷ കഴിഞ്ഞ അന്ന് ദാ ഒരു ജയിൽ വാർഡൻ വന്ന് പറഞ്ഞു, എടി പട്ടിച്ചി, എടി ഇറങ്ങിപ്പോടി, നിന്റെ ശിക്ഷ കഴിഞ്ഞു. നിന്റെ ശിക്ഷ കഴിഞ്ഞു, ഏമാന്റെ മുന്നിൽ ചെന്ന് ഒരൊപ്പിട്ടിട്ട് പോയിക്കോളൂ. ജയിൽ ശിക്ഷ കഴിഞ്ഞ് അവൾ പുറത്തേക്ക് വരുമ്പോ ആ റോട്ടിൽ, ആ കടത്തിണ്ടയിൽ കുറച്ച് ആൾക്കൂട്ടം. എന്താ എന്താ ഇവിടെ? ഇതിലെ തെണ്ടി നടന്ന തള്ള അതാ കടത്തിനെ കടന്ന് ചത്ത്. അവളുടെ നന്നമ്മ അവൾ പൊട്ടിക്കരഞ്ഞു പോയി. അവളുടെ കരച്ചിൽ കേട്ട് അവളുടെ കൂട്ടുകാരികൾ ഓടിയെത്തി. ഐഷ, നീ എപ്പോ വന്നടി? ഐഷ, എന്റെ പെണ്ണെ, നീ ഇവിടെ നിന്ന് കരയാതെ. ആ തള്ള ചത്തത് നീ കാരണമാണെന്നും പറഞ്ഞ് അവന്മാര് നിന്നെ ഇനിയും പിടിച്ചുകൊണ്ട് പോകും. വാ, നീ ഇവിടെ നിന്ന് കരയണ്ട, വാ. നീ വല്ലാണ്ട് ക്ഷീണിച്ചു പോയല്ലോ ഐഷ.
നിനക്ക് അവന്മാര് ചോറൊന്നും വാങ്ങി തന്നില്ലേ? തിന്നാനൊന്നും വാങ്ങി തന്നില്ലേ? വാ, നിനക്ക് ഞങ്ങൾ ചോറ് വാങ്ങിത്തരാം. നിന്നെ പോലൊരു പെൺകുട്ടി കൂടെയുണ്ടെങ്കിൽ എന്തോരം പണം ഉണ്ടാക്കാന്നറിയോ? വാ ആയിഷ, വിട്, എന്റെ കയ്യെന്ന് വിട്, ഞാൻ നിങ്ങളുടെ കൂടെ വരത്തില്ല. അതെന്താ ആയിഷ, ഞങ്ങൾ നിന്നെ എന്ത് ചെയ്തടി? നിങ്ങളൊന്നും ചെയ്തില്ല, പക്ഷെ ചെയ്യേണ്ടവന്മാര് ചെയ്ത്. ഇത് കണ്ട, തന്റെ പള്ളയിലേക്ക് നോക്കിയിട്ട് പറ. അവൾ ആ ഇറക്കമുള്ള ബ്ലൗസിന്റെ അറ്റം പതിയെ ഒന്ന് ഉയർത്തി കാണിച്ചു. ഇതെന്താടി പെണ്ണെ ഇത്? പോയി പെറടി പെണ്ണെ 10 കാശിന്റെ വക കിട്ടാൻ. പോയി പെറടി പെണ്ണെ 10 കാശിന്റെ വക കിട്ടാൻ. ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ ഇനിയും പൊന്തക്കാട്ടി തള്ളുവാൻ ഒരു കൊച്ചു കന്യാജഠരത്തിൽ രൂപം കൊണ്ടിരുന്നത്രേ. വേലി തന്നെ വിളവ് തിന്നുകയായിരുന്നു. ഞാനിനി പ്രസവിക്കും, കൊല്ലുകില്ല കുഞ്ഞിനെ. പിന്നെ പിന്നെ നീ എന്ത് ചെയ്യാൻ പോകുന്നു? കാണണം എനിക്കവൻ വളരുന്നത് നാളെ. എന്തിനാടി? തന്തയില്ലാതെ തെണ്ടിയായിട്ട് വളർത്താനോ? എന്നെ ഈ തെരുവിന്റെ മൂലയിലെറിഞ്ഞവർക്കൊന്നിനും എൻ കുഞ്ഞന്നു മാപ്പ് നൽകുകയില്ല, എൻ കുഞ്ഞന്നു മാപ്പ് നൽകുകയില്ല, എൻ കുഞ്ഞന്നു മാപ്പ് നൽകുകയില്ല. 12ാമത്തെ വയസ്സിൽ കെട്ടിച്ചയച്ചപ്പോ ഇവിടത്തെ സദാചാരത്തിന്റെ താക്കോല് സൂക്ഷിപ്പുകാർ ആരെങ്കിലും പറഞ്ഞോ അരുത്, പ്രായമാകാത്ത പെൺകുഞ്ഞിനെ ഈ വൃദ്ധന്റെ കൂടെ പറഞ്ഞു വിടരുതെന്ന്? ഇല്ല, ആരും പറഞ്ഞില്ല. 16ാമത്തെ വയസ്സിൽ മൊഴി ചൊല്ലി വിട്ടപ്പോ അരുത്, അവളെ മൊഴി ചൊല്ലരുത്, അവളെ മൊഴി ചൊല്ലരുതെന്ന് ഇവിടത്തെ ദൈവത്തിന്റെ താക്കോല് സൂക്ഷിപ്പുകാർ ആരെങ്കിലും പറഞ്ഞോ? ഇല്ല, പറഞ്ഞില്ല. ഇപ്പോ കടിച്ചൂമ്പിയ കരിമ്പിൻ ചണ്ടി കണക്കെ ആ ജയിലിൽ നിന്നും പുറത്തേക്ക് വലിച്ചെറിഞ്ഞപ്പോ ആ പോലീസുകാരനെ ശിക്ഷിക്കാൻ ഇവിടെ ഒരുത്തനെങ്കിലും ധൈര്യമുണ്ടായോ? ഇവനെയൊക്കെ നിലയ്ക്ക് നിർത്തി കണക്ക് ചോദിക്കുന്ന ഒരു ചുണക്കുട്ടനെ വാർത്തെടുക്കാൻ ഞാനിനി പ്രസവിക്കും, ഞാനിനി പ്രസവിക്കും, കൊല്ലുകില്ല കുഞ്ഞിനെ. കാണണം എനിക്കവൻ വളരുന്നത് നാളെ. എന്നെ ഈ തെരുവിന്റെ മൂലയിലെറിഞ്ഞവർക്കൊന്നിനും എൻ കുഞ്ഞൊന്നു മാപ്പ് നൽകുകയില്ല, എൻ കുഞ്ഞൊന്നു മാപ്പ് നൽകുകയില്ല, എൻ കുഞ്ഞൊന്നു മാപ്പ് നൽകുകയില്ല. നാഴികക്കല്ലിൽ നിന്നും നാഴികക്കല്ലിൽ ചെന്ന് കാലുകൾ കാൽ വച്ചെത്തി മത്സരങ്ങളിലോളം. നാഴികക്കല്ലിൽ നിന്നും നാഴികക്കല്ലിൽ ചെന്ന് കാലുകൾ കാൽ വച്ചെത്തി മത്സരങ്ങളിലോളം, മത്സരങ്ങളിലോളം, മത്സരങ്ങളിലോളം. 4 വർഷങ്ങൾ വീണ്ടും കഴിഞ്ഞു പോയിരിക്കുന്നു. ഞാൻ ഇന്ന് ഓർക്കുന്നു, അന്ന് ഒരു വെളുപ്പിനാണ് എന്റെ ഗേറ്റിൽ ആരോ വന്ന് തട്ടി വിളിക്കുന്നു. ഗേറ്റ് തുറക്കാൻ തത്രപ്പെടുന്നു. ചേട്ടാ, ചേട്ടാ, ഗേറ്റ് തുറക്ക് ചേട്ടാ, ഗേറ്റ് തുറക്ക്, എന്റെ പിന്നാലെ പോലീസുകാരുണ്ട്, തുറക്ക് ചേട്ടാ. ആരാ നിങ്ങൾ? ആരാ ചേട്ടാ? ചേട്ടൻ എന്നെ മനസ്സിലായില്ലേ? ഇത് ഞാനാണ്, ഞാനാണ്, ഞാനാണ് ചേട്ടന്റെ പണ്ടത്തെ ആയിഷ. ആയിഷ, എടി പെണ്ണെ, നീയോ? ഇത്ര വെളുപ്പിന് നീ എവിടെ നിന്ന് വരുന്നു പെണ്ണെ? ചേട്ടാ, അവനെ ഞാൻ കൊന്നു ചേട്ടാ. ആരെ? എന്റെ കെട്ടിയോനെ. എന്റെ ദേഹമാകെ ചോരയാ. പോലീസുകാരുണ്ട്. പൊട്ടുന്നില് പറഞ്ഞു തീരും മുമ്പ് ഒരു പോലീസ് ജീപ്പ് പാഞ്ഞു വന്ന ഗേറ്റിങ്ങൾ 4-5 പോലീസുകാർ ചാടിയിറങ്ങി അവളെ മുട്ടിക്കുത്തിരി പിടിച്ച് ആ വണ്ടിയിലേക്ക് ഒരൊറ്റ ഏറ്. ആ പോലീസ് വാൻ ചീറിപ്പാഞ്ഞു പോയി. അതിലും ഉച്ചത്തിൽ അവളുടെ കരച്ചിൽ കേൾക്കാം. ജീവിതം വിട്ടി പറഞ്ഞൊരു കഥയാണെന്ന് എവിടെയോ പറഞ്ഞത് ആ നിമിഷം ഞാൻ ഓർത്തുപോയി. ഇന്ന് ആ നാട്ടുകാർക്ക് മുഴുവൻ ആയിഷ ഒരു സംസാര വിഷയമാണ്. പാടത്തും പറമ്പിലും പണിയെടുക്കുന്ന പെണ്ണുങ്ങൾ ദാ പറയുന്നു, വിസ്തരിച്ച് പറയുന്നു, കേട്ടില്ലേ? 4 ആണ്ടുകൾക്ക് മുമ്പ് ആ നഗരത്തിന്റെ മൂലയിൽ ചിന്തയിൽ 4 ആണ്ടുകൾക്ക് മുമ്പ് ആ നഗരത്തിന്റെ മൂലയിൽ
തൂണോട് തൂണ് ഉടുവസ്ത്രം മറകെട്ടി വീണു ഞരങ്ങി പ്രസവിച്ചതായിക. തൂണോട് തൂണ് ഉടുവസ്ത്രം മറകെട്ടി വീണു ഞരങ്ങി പ്രസവിച്ചതായിക. നാലാണ്ടുകൾക്ക് മുമ്പ് ആ നഗരത്തിന്റെ മൂലയിൽ ഞാനിനി പ്രസവിക്കും, കൊല്ലുകില്ല കുഞ്ഞിനെ എന്ന പ്രതിജ്ഞയോടുകൂടി അവൾ ചെന്ന് പ്രസവിച്ചത് മുനിസിപ്പൽ ആഫീസിന്റെ തിണ്ണയിൽ. നീരാവിയിൽ നിന്നെടുത്ത പോലെ കൊള്ളുമാ ചോരക്കിടാവിനെ തോട്ടിത്തുടച്ചവൾ നെഞ്ചത്തടുക്കി നടന്നു നെഞ്ചിൽ ചാവിട്ടാടി കാണുക മാതിരി. നെഞ്ചത്തടുക്കി നടന്നു തെരുവിന്റെ നെഞ്ചിൽ ചാവിട്ടാടി കാണുക മാതിരി. ആ നഗരത്തിൽ ഇന്നവൾക്ക് മറ്റു ചില കൂട്ടുകാരുണ്ട്. ഹോട്ടലിലെ എച്ചില കുമ്പാരങ്ങളിൽ നിന്നും ആഹാരം ശേഖരിച്ച് ആ എച്ചിലകൾ വൃത്തിയാക്കുന്ന കുറെ പൗരന്മാർ, കുഷ്ഠരോഗികൾ, മന്ദരോഗികൾ, ചേന ചത്തിവെച്ച പോലെ ചലമൊലിക്കുന്ന കുറെ പാവങ്ങൾ, അങ്ങനെ കുറെ പൗരന്മാർ. ആയിഷ ഇന്ന് കരയുന്നു കാണുമ്പോ ഈ കുട്ടികൾ ചെന്ന് ചോദിക്കും, എന്താ ചേച്ചി വിശക്കുന്നുണ്ടോ? ഞങ്ങൾ ഇപ്പൊ ചോറ് കൊണ്ടുവരാം, ഇപ്പൊ കൊണ്ടുവരാം. കുപ്പയിൽ നിന്നു പെറുക്കിയ ചോറ് കുമ്പിളിലാക്കിക്കൊണ്ട്, കുപ്പയിൽ നിന്നു പെറുക്കിയ ചോറ് കുമ്പിളിലാക്കിക്കൊണ്ട്, കുപ്പയിൽ നിന്നു പെറുക്കിയ ചോറ് കുമ്പിളിലാക്കിക്കൊണ്ട്, കുമ്പിളിലാക്കിക്കൊണ്ട്, കുമ്പിളിലാക്കിക്കൊണ്ട്. ഹോട്ടലിന്റെ പുറയിൽ നിന്നും എച്ചിലിൽ നിന്നും ആ ശേഖരിക്കുന്ന ചോറ് ഒരു കുമ്പിടിയിലാക്കി ആ കുട്ടികൾ അവൾക്ക് കൊണ്ട് കൊടുക്കും. അവൾ കുഞ്ഞിനെ ഒരു തുണി വിരിച്ച് അരിയിൽ കിടത്തും, എന്നിട്ട് ചോറ് കഴിക്കും. അപ്പ കുഞ്ഞു കരയും. ഒരു കുഷ്ഠം പിടിച്ച ചെറുക്കൻ ഓടിച്ചെന്ന കുഞ്ഞിനെ എടുക്കാൻ ശ്രമിച്ചു. അരുത്, എന്റെ കുഞ്ഞിനെ തൊടരുത്, എന്റെ കുഞ്ഞിനെ എടുക്കരുത്, എനിക്കിഷ്ടമല്ല. അവൻ കരയുന്നു. ആദ്യമൊക്കെ അവളെങ്ങനെ പറഞ്ഞെങ്കിലും പിന്നെ പിന്നെ അവരാണ് തന്റെ യഥാർത്ഥ ബന്ധുക്കളെന്ന് മനസ്സിലാക്കിയ സമയത്ത് മിണ്ടിയില്ല ഇഷ ആരാധകരിൽ കണ്ടു മറ്റാരിലും കാണാത്ത സൗഹൃദം. മിണ്ടിയില്ല ഇഷ ആരാധകരിൽ കണ്ടു മറ്റാരിലും കാണാത്ത സൗഹൃദം. മിണ്ടിയില്ല ഇഷ. ആ തെണ്ടി പിള്ളേരും അവളും കൂടി ആ കുട്ടിയെ വളർത്തി. അവന് 4 വയസ്സായി. അവന്റെ പേര് കേൾക്കണ്ടേ? റഹീം. വെറും റഹീം, ഇൻഷലില്ല. അല്ല, അതറിയണമെങ്കിൽ അവിടെ പോയി നോക്കണമല്ലോ, പോലീസ് സ്റ്റേഷനിൽ പോയി നോക്കണം. ഇനിയിപ്പോ അയാൾ അവിടെ നിന്ന് സ്ഥലം മാറിപ്പോയി അതും വലിയ ബുദ്ധിമുട്ടാണ്. റഹീം വെറും റഹീം മുട്ടുക്കനാണ്. അവൻ മറ്റു കുട്ടികളോടൊത്ത് ആ നഗരത്തിൽ തെണ്ടി നടക്കും. പൈസ കിട്ടിയാൽ അവൻ അപ്പം തന്നെ ഉമ്മയുടെ കൈ കൊണ്ടു കൊടുക്കും. അവൾ കരയും. കരയാതുമ്മ. അവൻ ഉമ്മയെ ആശ്വസിപ്പിക്കും. കരയാതെ, ഉമ്മക്ക് റഹീമുണ്ട്, കരയാതെ ഉമ്മ, കരയാതെ. ഒരു ദിവസം അവനെങ്ങനെ നഗരത്തിൽ കൂടെ തെണ്ടി നടക്കുമ്പോ ഒരു മര്യാദക്കാരൻ അവനോട് ചെന്ന് ചോദിക്കുന്നു, നീ ഏതാടാ? കുറച്ചു ദിവസമായിട്ട് നിന്നെ ഇവിടെയൊക്കെ കാണാലോ, നീ ഏതാ? ഞമ്മള് ആയിഷ ഉമ്മയുടെ പുന്നാര മോന. ആരാണ്? ഞമ്മള് ആയിഷ ഉമ്മയുടെ പുന്നാര മോന. അത് കേട്ടതും അയാൾ അവനെ അടുത്ത് കണ്ട ചായപ്പീരിയുടെ പിറകിലേക്ക് വിളിച്ചുകൊണ്ടുപോയി പലഹാരം മേടിച്ച് പൊതി കെട്ടി കൈ കൊടുത്തു. ഒരു 10 രൂപ അവന്റെ നിക്കറിന്റെ പോക്കറ്റിൽ തിരികെ വെച്ചിട്ട് പറയുന്നു, ഉമ്മാടെ കയ്യിൽ കൊണ്ടുകൊടു, ഉമ്മാടെ കയ്യിൽ കൊണ്ടുകൊടു. അവനൊന്നും മനസ്സിലായില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലായി, ആയിഷ ഉമ്മാടെ പുന്നാര മോനാണെന്ന് പറഞ്ഞാൽ പലഹാരവും കിട്ടും, പൈസയും കിട്ടും. അന്ന് മുതൽ അവന്റെ സ്ഥിരം പരിപാടി ഇതാണ്. ആരെ കണ്ടാലും സാർ സാർ ആയിഷ ഉമ്മാടെ പൊന്നുമോനാടു, ആയിഷ ഉമ്മാടെ പൊന്നുമോനാടു.
ആയേഷ ഉമ്മാടെ പൊന്നുമോനാണു ഞാൻ, ആയേഷ ഉമ്മാടെ പൊന്നുമോനാണു ഞാൻ. സാർ 5 പൈസ, സാർ 5 പൈസ. ആയേഷ ഉമ്മാടെ പൊന്നുമോനാണു ഞാൻ, ആയേഷ ഉമ്മാടെ പൊന്നുമോനാണു ഞാൻ. പക്ഷേ ഇവനെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. ഇവനെ ഇങ്ങനെ വിട്ടാൽ തന്റെ പ്രതീക്ഷയ്ക്കൊത്ത് ഇവനെ വളർത്താൻ കഴിയില്ലല്ലോ. അതിന് പണം വേണം. അതിനുവേണ്ടി അവൾ മറ്റൊരു വാസവദത്തയായി. പണം പണം പണം, കൈ നിറയെ പണം. അതോടെ അവൾ വലിയ പണക്കാരിയായി തീർന്നു. ഇന്ന് ആ നഗരത്തിൽ വാസവദത്തയെ കേൾക്കാത്തവരില്ല, പോയി വിശേഷം അറിയുമെല്ലാവരും. വാസവദത്തയെ കേൾക്കാത്തവരില്ല, പോയി വിശേഷം അറിയുമെല്ലാവരും. സ്വന്തമായുണ്ടവർക്ക് ഇന്നൊരു കെട്ടിടം, തങ്കത്തലത്തിൻ നടുത്തോരു മൂലയിൽ. ആ നഗരത്തിലെ മാംസവിചാരങ്ങൾ, ആണവിടുത്ത കലാപരിപാടികൾ. അവളിൽ ഇന്ന് ആ നഗരത്തിൽ അറിയപ്പെടുന്ന ഒരു വേശ്യ സ്ത്രീയാണ്. പക്ഷെ ആരും വീട്ടിലേക്ക് വരാൻ അവൾ അനുവദിക്കാറില്ല. അവൾക്ക് മകനെ പേടിയാണ്. അതുകൊണ്ട് സന്ധ്യയാകുമ്പോ റഹീമിന് അത്താഴൊക്കെ കൊടുത്ത് പാട്ടും പാടി ഉറക്കി ഒരു തലണയും വെച്ചു കൊടുത്ത് പുതപ്പിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് ശബ്ദമുണ്ടാക്കാതെ അവൾ വാതിൽ ചാരി പുറത്തേക്കിറങ്ങും. അങ്ങനെ ഒരു ദിവസം പുറത്തേക്കിറങ്ങുമ്പോ ദാ ഒരു തടിമാടൻ ആ മുറ്റത്ത് മദ്യോദിതമാം ലഹരിയിൽ ആടിക്കറങ്ങി ഒരു തടിമാടൻ മുറ്റത്ത്. അടുത്തേതോ ഷാപ്പിൽ നിന്ന് കുടിച്ച് ലക്കും കെട്ടി കയറി പോകുന്നതാണ്. ആയിഷ വീടെന്ന് അറിഞ്ഞിട്ടൊന്നുമല്ല. പക്ഷേ ആ നിലാവട്ടത്തും അവൾക്കാളെ മനസ്സിലായി. തന്നെ നിക്കാഹ് ചെയ്തവൻ, വർഷങ്ങളൊന്നിച്ചു ജീവിച്ചു, തന്നെ ഹൃദയം തന്നെ മൊഴി ചൊല്ലിവിട്ടവൻ. പഴയ ഭർത്താവ് സഹിക്കാൻ കഴിയോ? അവൾ കരയുന്നത് കണ്ടപ്പോ അയാൾ പറയുന്നു, കരയാതടി, കരയാഴെ, ഞാനെല്ലാം ഊദ്രിക്കുമൊന്നുമല്ല, കരയാഴെ, നിന്നെ നമ്മൾ എവിടെയാ കണ്ടിട്ടുണ്ട്. ഷാപ്പിൽ വെച്ചാണോ അതോ ബസ്സാലോ എവിടെയാ കണ്ടിട്ടുണ്ട്? ഇല്ല, നമ്മൾ തമ്മിൽ ഇത് ആദ്യ ബരിന്ന്. അവൾ അയാളോട് ചേർന്ന് നിന്നു ശൃംഗാരഭാവത്തോടെ. അവൾ അയാളുടെ അരയിൽ പരതുന്നു. മൊഴി ചെല്ലു വിട്ടപ്പോ തനിക്ക് നേരെ വലിച്ചെറിഞ്ഞ ആ മടക്ക് കത്തി, അയാൾ സ്ഥിരം കൊണ്ടു നടക്കുന്ന ആ മടക്ക് കത്തി അവൾ തപ്പിയെടുത്തു, കടിച്ചു നോക്കി. പെട്ടെന്ന് അയാളുടെ മങ്ങിയ ഓർമ്മയിൽ ആ മുഖം തെളിഞ്ഞു. ഐഷ, കൊന്നുകളയും നിന്നെ ഞാൻ. ഒന്നിനെ കത്തി ഒരെണ്ണം കയറ്റി കരളിന്റെ കൊന്നറിയും പിളർന്നു പോകും. അയാൾ അവൾ ഒറ്റത്തള്ള്, അയാൾ മറിഞ്ഞു വീണു. ആ കാമപിശാചിന്റെ നെഞ്ചത്ത് കയറിയിരുന്നവൾ കഴുത്തിൽ മുഖത്തുമെല്ലാം ഞാൻ ചോര ചീച്ചി ഒഴുകി. ഒരു ഭ്രാന്തിയെ പോലെ, ഒരു പ്രതികാര ദാഹിയെ പോലെ അവൾ ആ ചോര മുഖത്തും മുടിയിലുമെല്ലാം വരുത്തി വെച്ചു. ആ പൊട്ടിക്കരയുന്നു, ആ പൊട്ടിച്ചിരിക്കുന്നു. തലകാല ബോധം മറന്നവളെ പോലെ അവൾ എണീറ്റോടി. ഓടി 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 അവൾ ആ ഇരുളിൽ മറഞ്ഞു. പ്രിയമുള്ളവരെ, ആ വെളുപ്പിനാണ് അവൾ എന്റെ ഗേറ്റിൽ വന്നതും അയാളെ ഞാൻ കൊന്നു ചേട്ടാ എന്ന് പറഞ്ഞതും ഒക്കെ നമ്മൾ കണ്ടതാണല്ലോ. നേരം വെളുത്തില്ല കാത്തു നിൽപ്പു ശുക്ര താരം കിഴക്കിന്റെ പൂക്കുത്തി കത്തുവാൻ. നേരം വെളുത്തില്ല കാത്തു നിൽപ്പു ശുക്ര താരം കിഴക്കിന്റെ പൂക്കുത്തി കത്തുവാൻ. കത്തി പൂക്കുത്തി ധാരാളമാന്താത്തില രക്തം തെറിച്ചു കൊടുക്കുന്നതിന്. കത്തി പൂക്കുത്തി ധാരാളമാന്താത്തില രക്തം തെറിച്ചു കൊടുക്കുന്നതിന്. രക്തം തെറിച്ചു കൊടുക്കുന്നതിന്. രക്തം തെറിച്ചു കൊടുക്കുന്നതിന്.
നേരം വെളുത്തു. റഹീം ഉണർന്നു. അവന് വല്ലാത്ത കത്തല്. രാവിലെ അമ്മ ഒരു 1/2 ഗ്ലാസ് ചായ കൊടുക്കാറുള്ളതാണ്. എണീക്കുമ്പോ അമ്മയെ കണ്ടില്ല. അവൻ ആ ഉമ്മയെ തിരക്കി ആ വീട് മുഴുവൻ നടക്കുന്നു. തിരഞ്ഞ് മുറ്റത്തേക്ക് വരുമ്പോ ഒരുത്തൻ ചോരയിൽ കുളിച്ച് കണ്ണും തുറപ്പിച്ച് മുറ്റത്ത് കിടക്കുന്നു. ഉമ്മ! അവൻ പേടി ചോടി ചാടി ഇറങ്ങി ഉമ്മയെ വിളിച്ച് കരഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഓടി. പിന്നെ അവൻ ആ വീട്ടിലേക്ക് പോയിട്ടില്ല. ഉമ്മയെ കണ്ടിട്ടില്ല. കരഞ്ഞ് ആ കുഞ്ഞ് തളർന്നുറങ്ങും. എണീറ്റാൽ വീണ്ടും കരയും, വീണ്ടും തളർന്നുറങ്ങും. ആ കുഞ്ഞിന്റെ കരച്ചിൽ ആരും കേട്ടില്ല. അതെ, മതത്തിന്റെ വികൃത മുഖം കവി നമുക്ക് മുന്നിൽ വരച്ചിടുകയാണ്. അവനെ ആരും മദ്രസയിൽ വിട്ടില്ല, അവനെ ആരും ഒരു സൺഡേ ക്ലാസ്സിലും വിട്ടില്ല, അവനെ ആരും ഒരു വേദപാഠങ്ങളും പഠിപ്പിച്ചില്ല. അവന്റെ മതം വിശപ്പിന്റെ മതമായിരുന്നു. ആ മതക്കാർ അവന്റെ കരച്ചിൽ കേട്ടു. അവന്റെ കൂട്ടുകാർ അവർ പറയുന്നു, കരയാതടാ റഹീമേ, കരയാതടാ, നിന്റെ ഉമ്മ ജയിലിൽ കിടപ്പുണ്ടടാ. അവരുടെ ആദ്യ കെട്ടിയോനാ, അവര് കുത്തിക്കൊന്നതാ, അവരിങ്ങ് വരുവടാ, കരയാതടാ റഹീമേ. ഇന്ന് നിങ്ങൾക്ക് അവനെ കാണണമെങ്കിൽ ആ ബസ് സ്റ്റോപ്പിൽ, ആ ബസ് സ്റ്റാൻഡിൽ അല്ലെ ബസ്സിൽ ഇരിക്കുമ്പോ അവനും വരും, അവന്റെ കൂട്ടുകാരും വരും. സാർ 5 പൈസ സാർ. ആയിഷ ഉമ്മാടെ പൊന്നുമോനാണ് ഞാൻ, ആയിഷ ഉമ്മാടെ പൊന്നുമോനാണ് ഞാൻ, ആയിഷ ഉമ്മാടെ പൊന്നുമോനാണ് ഞാൻ, ആയിഷ ഉമ്മാടെ പൊന്നുമോനാണ് ഞാൻ. സാർ 5 പൈസ. റഹീമേ, ഞങ്ങളും പാടട്ടെ. ജയിലി കിടക്കണം ആയിഷ ഉമ്മാടെ. അവരുടെ കൂട്ടുകാർ, ആയിഷ ഉമ്മാടെ പൊന്നുമോനാണ് ഞാൻ, ആയിഷ ഉമ്മാടെ പൊന്നുമോനാണ് ഞാൻ. ഒരു ബസ് വന്നു നിൽക്കുന്നു. ആ ബസ്സിൽ നിന്നും ഒരു വൃദ്ധൻ ഇറങ്ങി വരുന്നു. മക്കളെ നിങ്ങളിൽ ആരാടാ ആയിഷ ഉമ്മാടെ പുന്നാരമോൻ? അത് ഞമ്മളാ, പൈസ ഞമ്മക്ക് കിട്ടണം. പെട്ടെന്ന് ആ വൃദ്ധൻ റഹീമിനെ വാരിപ്പുണർന്നു. അയ്യോ വിടടാ, വിട് എന്നെ വിട്. റഹീമിനെ ഭ്രാന്തം പിടിച്ചാ ഓടി വരണേ, നാട്ടാരെ ഓടി വരണേ, റഹീമിനെ ഭ്രാന്തം പിടിച്ചേ. ആളുകൾ തടിച്ചുകൂടി. ആ കൂടി നിന്നവരോടായി ആ വൃദ്ധൻ ചോദിക്കുന്നു, എന്താ നിങ്ങളെല്ലാവരും നോക്കണേ? നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലേ? ഇത് ഞാനാണ്, ഞമ്മളാണ്, ആയിഷയുടെ ബാപ്പ അദ്രമാൻ ചത്തില്ല പണ്ടത്തെ അദ്രമാൻ ചത്തില്ല പണ്ടത്തെ അദ്രമാൻ ചത്തില്ല പണ്ടത്തെ അദ്രമാൻ ചത്തില്ല പണ്ടത്തെ ആ വൃദ്ധൻ റഹീമിനെ തോളിലിരുത്തിക്കൊണ്ട് നടന്നകുന്നു. പുറകെ അവന്റെ കൂട്ടുകാരും. അദ്രമാൻ ചത്തില്ല പണ്ടത്തെ അദ്രമാൻ ചത്തില്ല പണ്ടത്തെ ആ തോളത്തിരുന്നുകൊണ്ട് റഹീം പാടുന്നു, ഉപ്പൂപ്പഴത്തില്ല അദ്രമാൻ ചത്തില്ല പണ്ടത്തെ അദ്രമാൻ ചത്തില്ല പണ്ടത്തെ ആ തെണ്ടിവർഗത്തിന്റെ ജാഥ മുന്നോട്ട് നീങ്ങുകയാണ്. ആ തെരുവ് വീഥികൾക്ക് ഇക്കിളിപ്പകരുന്ന ചുറുചുറുക്കോടെ അർത്ഥകമായ സ്വാർത്ഥകമായ ഗാനങ്ങളും പാടിക്കൊണ്ട് അമ്പേളി പെണ്ണിനെ മുത്തുവന്നാനത്ത് വമ്പനം തീജിയോരേ നിങ്ങളുടെ കൊമ്പൻ കാലപ്പാവ് തട്ടിയെറിയുന്ന ചമ്പൻ പുലരി കണ്ട റഹീമേ, ഞമ്മളും പാടട്ടെ. എന്നായിച്ചയവലങ്ങ് വപ്പിച്ചവർ
പൊന്നുറഹീമിനെ തണ്ടാനെറിഞ്ഞവർ കൽബുകാണില്ലവർക്ക് ഉണ്ടായിരുന്നേനപ്പഴേ മറത്തു തിന്നേന ഞാൻ അമ്പിളി പെണ്ണിനെ മുത്തുവന്നാനത്ത് കൺമണം വീശിയോരേ നിങ്ങള് കൊമ്പൻ തലപ്പാവ് തട്ടിയെറിയുന്ന ചെമ്പൻ പുലരി കണ്ട ചെമ്പൻ പുലരി കണ്ട ആ തെണ്ടിവർഗത്തിന്റെ ഗാഥ ആ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുമ്പോൾ പ്രിയമുള്ളവരെ, വയലാറിന്റെ ആയിഷ എന്ന ഈ കണ്ഠകാവ്യത്തിന്റെ കഥാപ്രസംഗാവിഷ്കാരം ഇവിടെ ഇന്ന് ഈ വേദിയിൽ ഞാൻ പൂർണ്ണമാക്കുന്നു. ഇത്രയും നേരം എന്നെ സഹിച്ച് ഇവിടെ ഇരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമായ നന്ദി, നമസ്കാരം.